ശ്രദ്ധിക്കണം. പൗലോസ് എന്ന് പറയുന്ന ഈ ലേഖനം എഴുതിയ മനുഷ്യന് മുൻപ് വേറൊരു പേരുണ്ടായിരുന്നു. ആ പേര് ശൗൽ എന്നായിരുന്നു. ശൗൽ. ഈ ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു ഹോബി ഉണ്ടായിരുന്നു. എന്താണ് ആ ഹോബി? നമ്മുടെ നാട്ടിൽ പലർക്കും ഹോബിയുണ്ട്. ചിലർക്ക് സ്റ്റാമ്പ് ശേഖരിക്കുന്നത് ഹോബിയാണ്. വേറെ ചിലർക്കോ സിനിമാ താരങ്ങളെ ആരാധിക്കുന്ന ഹോബി, വേറെ ചിലർക്കോ ക്രിക്കറ്റ് താരങ്ങളെ ആരാധിക്കുന്ന ഹോബി, വേറെ ചിലർക്ക് ചില പ്രത്യേക ഫോട്ടോകൾ ശേഖരിക്കുന്ന ഹോബി, അങ്ങനെയൊക്കെ ചിലർക്ക് യാത്രകൾ ഹോബി. ഇതുപോലെ ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു ഹോബി ഉണ്ടായിരുന്നു. എന്താണ് ആ ഹോബി എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ നാട്ടുകാർക്കറിയാത്തത് കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് ശൗലിന്റെ ഹോബി എന്നറിയാമോ പ്രിയപ്പെട്ട ദേശവാസികളെ? അദ്ദേഹത്തിനൊരു ഹോബി ഉണ്ടായിരുന്നു. എന്ന് ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടരെവിടെയുണ്ടെങ്കിലും അവരെ തെരഞ്ഞു പിടിച്ചു വൻ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, ആരാണ് നീ? തന്നെ അടിച്ചിട്ടത് ആരാ? അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കുതിരപ്പുറത്തുനിന്ന് താഴെ വീണപ്പോൾ പൗലോസിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നാട്ടുഭാഷ പറഞ്ഞാൽ കണ്ണിന്റെ പീസടിച്ചു പോയി. ഒരു ദൂത് ഞാൻ കൈമാറാം. കണ്ണിന്റെ പീസടിച്ചു പോയപ്പോൾ അവൻ കർത്താവിനെ കണ്ടു. ഇന്നും നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണും കരളും കിഡ്നിയൊക്കെ ഉള്ളപ്പം പുറകെ നടന്ന് പറഞ്ഞാലും ഇത് കേൾക്കത്തില്ല. കണ്ണും കരളും കിഡ്നി അടിച്ചുപോയി ICU യൂണിറ്റ് കിടക്കുമ്പോൾ വിളിക്കും, പാസ്റ്ററേ ഞങ്ങളുടെ അച്ചാച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോന്നും ചോദിച്ച് വിളിക്കും. അപ്പോൾ ICU യൂണിറ്റ് ഉപദേശി എന്നാലും പിണക്കമില്ല, പള്ളിയിലച്ചൻ ചെന്നാലും പിണക്കമില്ല, ആര് ചെന്നാലും പിണക്കമില്ല. അപ്പോഴൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എന്നാൽ ഇവൻ കണ്ണും കരളും ഒക്കെ ഉള്ളപ്പം ആരോഗ്യത്തോട്. ഈ അടുത്ത കാലത്ത് ചെങ്ങന്നൂർ ഭാഗത്ത് ഒരു പാസ്റ്റർ പറഞ്ഞു, ഒരു വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ പിറകെ നടന്നു, സാറേ 2 ദിവസമായി ദൈവാത്മാവ് സാറിൻ്റെ മുഖം എന്നെ കാണിക്കുന്നു, സാറിനോട് സംസാരിക്കണമെന്ന് ദൈവം എന്നെ പ്രേരണ തരുന്നു. പുള്ളി പറഞ്ഞു, എൻ്റെ ഉപദേശി ബിസിനസിൻ്റെ തിരക്ക് കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കുക, പിന്നെ കാണാവട്ടെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഉപദേശി എന്നിട്ട് ചോദിച്ചു, സാറേ ദൈവാത്മാവ് പറഞ്ഞിട്ടാ ഞാൻ പറയുന്നത് സാറിനോട് സംസാരിക്കണമെന്ന്. ഉപദേശി ഒരു കാര്യം ചെയ്യും, എൻ്റെ നമ്പറിലൊന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് കാർഡ് കൊടുത്ത് അവിടുന്ന് മുങ്ങി. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഉപദേശി വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ ഉപദേശി 2 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഉപദേശി വിഷയം അങ്ങ് വിട്ടു. എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചെങ്ങന്നൂർ ഭാഗത്തൊരു പ്രളയം വന്നു. പ്രളയം വന്നപ്പോൾ ഉപദേശിയും ചർച്ചിലുള്ള വിശ്വാസികളും എല്ലാം കൂടെ കുറേ ഭക്ഷണവും വസ്ത്രവും ഒക്കെ എടുത്ത് ക്യാമ്പുകൾ സന്ദർശിക്കാൻ പോയി. ക്യാമ്പിൽ ചെന്നപ്പോൾ ഉണ്ട്, ഇരിക്കുന്നു ബിസിനസ്സുകാരൻ അവിടെ മാറിയിടാൻ തുണിയില്ല. അപ്പൊ ചോദിച്ചു, സാറേ തിരക്കൊക്കെ ഒഴിഞ്ഞോ, സംസാരിക്കാവോ എന്ന് ചോദിച്ചു. എത്ര വേണമല്ലോ സംസാരിച്ചോളാം. അപ്പൊ ഇങ്ങനെ ചില ആളുകൾ അവരാരോഗ്യത്തോടിരിക്കുമ്പം ഇതൊന്നും പറഞ്ഞാൽ തലേ കയറത്തില്ല. കണ്ണും കരളും കിഡ്നിയൊക്കെ അടിച്ചു പോകുമ്പോൾ നിലവിളിക്കും. ഇതുപോലെ ആ പൗലോസിന്റെ കണ്ണിന്റെ പീസടിച്ചു പോയപ്പോൾ ഒറ്റ ചോദ്യം, നീ ആരാ കർത്താവേ? ഉയരത്തിൽ നിന്നൊരു ശബ്ദം, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു. എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത പറയാം. യേശു പറയുക, നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാനെന്ന്. ഞാൻ ഈ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടും പൗലോസ് യേശുവിനെ ഉപദ്രവിച്ചതായി കണ്ടിട്ടേ ഇല്ല. കാരണം യേശു ദൈവം, യേശുവിനെ പൗലോസ് എങ്ങനെ ഉപദ്രവിക്കാനാ? എന്നാൽ യേശു അവകാശപ്പെടുക, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാണ്. ചുരുക്കി പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ നേരെ ആരൊക്കെ കൈ ഉയർത്തുന്നു, സ്വർഗത്തിലെ ദൈവം ഡിക്ലെയർ ചെയ്യും, നീ അവരുടെ നേരെയല്ല, നീ എന്റെ നേരെയാണ് കൈ ഉയർത്തിയത്. അതുകൊണ്ട് ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടേണ്ടതും ദൈവമക്കളല്ല, അതിനുയരത്തിലൊരു ദൈവമുണ്ട്. ആമേൻ. അപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞും കൊണ്ട് പൗലോസിനെ പേര് ചൊല്ലി വിളിച്ചു ഈ ദൈവം. പിന്നീട് ശുശ്രൂഷ കൈമാറി ഈ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞടങ്ങുന്ന വേദപുസ്തകത്തിലെ ധീരപോരാളി അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് പറയുകയാണ്, ഞാൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്നാൽ ഒരു വാക്കും കൂടെ താൻ ചേർത്തു പറഞ്ഞു. വായിച്ചേ. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് പറയുകയാണ്,
എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഈ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്ത കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് കൊണ്ട് യേശുവേ എന്ന് വിളിച്ചപ്പോൾ ആ ദൈവം എന്നോട് കരുണ കാണിച്ചു. ഇന്ന് രാത്രി അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നിന്നുകൊണ്ട് അറിയേണ്ടതുപോലെ യേശുവിനെ അറിയാതെ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് കരുണ തരുവാൻ, നിന്റെ പാപത്തെ മോചിപ്പിക്കുവാൻ ഇന്ന് രാത്രി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പൗലോസ് പറയുന്നു, ഈ ദൈവം എന്നോട് കരുണ കാണിച്ചു. അടുത്ത വാചകം, നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. അടുത്ത വാചകം, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഇന്ന് രാത്രി കല്ലേലി ഭാഗത്തോട് എനിക്ക് പറയാനുള്ള ദൂത് ഇതാണ്: ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ കൊള്ളാവുന്നതും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആമേൻ. പ്രത്യാശയുള്ളവരാ ഇവിടെ ഉള്ളത്, എനിക്കറിയാം. ഒത്തിരി വേദികൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്, അറിയാം. യേശു വന്നു എന്നും ഇനി വരും എന്നും ഒക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവർക്ക് സ്തുതിക്കാൻ കഴിയും. രണ്ട് കാര്യം: കർത്താവ് വന്നെന്ന് കേട്ടാ ഇനി വരുമെന്ന് കേട്ട അതിൽ വലിയൊരു സന്തോഷം വേറെ ഇല്ല. ആ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ ഓർത്ത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാരണം ഇന്ന് ഇതൊന്നും അല്ലല്ലോ സ്തുതിക്കാനുള്ള കാരണം. സ്തുതിച്ചോ, പോരാ 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 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് സ്തുതിച്ചോളൂ. ആമേൻ. പ്രത്യാശ ഉള്ളതൊന്നും കേട്ടാൽ വായ കമ്പിട്ട് കുത്തിയാലും ഒരു സ്വോത്രം ഒരുത്തിനും പറയത്തില്ല. സന്തോഷിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പൗലോസ് ചേർത്ത് പറഞ്ഞു, അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അതെന്താ പൗലോസ് അങ്ങനെ പറഞ്ഞേ? ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. വിശ്വസിക്കാൻ പറ്റാത്ത പലതും ലോകത്തിലുണ്ട്, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞു. ഇത് വിശ്വാസയോഗ്യമാ. എന്താ അങ്ങനെ പറയാൻ കാരണം? നാട്ടിൽ ഒത്തിരി കഥകളുണ്ട്, പുരാണങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, അമ്മുമ്മ കഥകളുണ്ട്. അതിന്റെയൊക്കെ നടുവിൽ യേശു വന്നെന്നും യേശു പാപികൾക്ക് വേണ്ടി മരിച്ചെന്നും ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണെന്ന് ചിന്തിക്കാതിരിപ്പാൻ പൗലോസ് പറഞ്ഞു, ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. നാട്ടിലൊത്തിരി കഥയുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ചോറ് തിന്നാൻ മടി കാണിക്കുമ്പോൾ എൻ്റെ ഉമ്മ ജമീല ബീവി എന്നോട് പറയും, കഥ പറഞ്ഞു തരാം, നീ ചോറുണ്ണാം. അപ്പൊ കഥ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറയും തിന്നാം. അപ്പൊ എൻ്റെ ഉമ്മ എനിക്ക് കഥ പറഞ്ഞു തരും. ഒത്തിരി കഥ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം എനിക്ക് ഓർമ്മയില്ല. ആമേൻ. അതിൽ ഓർമ്മയുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥയിൽ ഒരു കഥ: അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു. ദോശ തിന്നാൻ ആശ, വിറകൊടിക്കാൻ കാട്ടിപ്പോയി, പുലിയെ കണ്ട് പേടിച്ചു. ബാക്കി നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഈ കഥ ഈ വർഷങ്ങൾ പലത് കഴിഞ്ഞ് എനിക്കുണ്ട് 2 കുഞ്ഞുങ്ങൾ. ഞാൻ അവർക്കും അതേ കഥ തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. പണ്ട് ഞാൻ ഈ കഥയൊക്കെ കേട്ടോണ്ട് കണ്ണും പൂട്ടി ചോറ് വാരി തിന്നു. അതുപോലെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ പിള്ളേർ തിന്നു. ഇപ്പോഴത്തെ പിള്ളേർ ആരാ മക്കള്? ഓർമ്മ വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് ഞാൻ എങ്ങനെ ഉണ്ടായെന്നാ. അങ്ങനെയുള്ള പിള്ളേരാ, ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ പിള്ളേരോട് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, അസാധ്യ പിള്ളേരാണ്. ഞാൻ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു മൊബൈൽ വാങ്ങിയിട്ട് അതിങ്ങനെ കുത്തി പഠിച്ചുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ, പഠിച്ചു തീർന്നില്ല. അപ്പൊ എൻ്റെ ഇളയ മോള് ഇതെടുത്ത് നോക്കിയിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അവർ ഇങ്ങോട്ട് പറഞ്ഞു തരിക, ഇത്തിരി ഉള്ളെങ്കിലും. അപ്പൊ ഭയങ്കര തലയുള്ള പിള്ളേരാ ഇപ്പോഴത്തെ പിള്ളേർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആമേൻ, ഈ ഇപ്പോഴത്തെ പിള്ളേരോട് അപ്പൂപ്പനും അമ്മമ്മ ഉണ്ടായിരുന്നു ദോശ തിന്നാൻ ആശ. അപ്പോഴേ അവർ കൈ കാണിച്ചാൽ നിൽക്കെ കാര്യം ക്ലിയർ ചെയ്ത് പോകാം. ഈ അപ്പൂപ്പനും അമ്മമ്മയും കേരളത്തിൽ ഏത് ജില്ലക്കാരാ? അപ്പൊ കുഴഞ്ഞു പരിപാടി. അപ്പൊ നമുക്കിപ്പം അപ്പൻ്റെ അമ്മയടുത്ത് പോയി ചോദിക്കാം ഏത് ജില്ലക്കാർ. അപ്പൊ അവരുടെ അപ്പനും അമ്മയോട് ചോദിക്കേണ്ടി വരും, കാരണം ഇത് കറങ്ങി വന്നതാ. അതൊന്നും പറയാൻ ചോറ് തിന്നാൻ പറയും. അപ്പൊ വീണ്ടും പിള്ളേർ പറയും, അവരേത് കാട്ടിലാ പോയത്? പാലോട് വനത്തിലാണോ, മടത്തറ വനത്തിലാണോ, എരുമേലി വനത്തിലാണോ, എവിടെ പറ. അപ്പൊ നമ്മളൊരു വടിയങ്ങ് എടുക്കും, എന്നിട്ട് പറയും കഥ ചോദ്യമില്ല, വേണേ തിന്നാൻ പറയും. വീണ്ടും പിള്ളേർ പറയും, അവർ ഏത് പുലിയെ കണ്ടാ പേടിച്ച? കാട്ടിലെ പുലിയാണോ, മ്യൂസിയത്തിലെ പുലിയാണോ, തമിഴന്മാർ റോഡരികിൽ ഉണ്ടാക്കി വെക്കണ മറ്റേ ബൊമ്മ പുലിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ മലയാളിയുടെ സ്വഭാവം, ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനും കുത്ത നമ്മൾ എന്ത് ചെയ്യും? അടിയും കൂടെ കൊടുത്തിട്ട് പറയും വേണേ തിന്നടി എന്ന് പറയല്ലേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ആമേൻ. ഈ വർഷങ്ങളായി എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പറഞ്ഞു, അവരുടെ അപ്പനും അമ്മയും അവർക്ക് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ വർഷങ്ങളായി കൈമാറി വരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയായി സംഗതി. പക്ഷെ ഇവരാരും ഉലകത്തിൽ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് ചരിത്രത്തിന്റെ ഏടുകളിലെങ്ങും യാതൊരു തെളിവുമില്ലാതെ കുട്ടൂസനും ഡാക്കനിയും മായാവിയും ഡിങ്കനും പോലെ അമ്മുമ്മക്കഥയായി തുടരുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ അമ്മുമ്മക്കഥയിലെ നായകനല്ല, വായിച്ചു മറന്ന ചിത്രകഥയിലെ കഥാപാത്രമല്ല, ഐതിഹ്യ പുരുഷനല്ല, പുരാണ കഥാപാത്രമല്ല, മറിച്ച് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തരംതിരിച്ചുകൊണ്ട് ചരിത്രമധ്യേ ജീവിക്കുന്ന ചരിത്ര പുരുഷനായ ക്രിസ്തു. ആമേൻ. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇവിടുത്തെ നാരായണന്റെയും കറിയായുടെയും മമ്മദ് കുട്ടിയുടെയും വീട്ടിന്റെ ഭിത്തിയിൽ ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന മലയാള മനോരമ മാതൃഭൂമി കലണ്ടർ വിളിച്ചു പറയും യേശു ജീവിച്ചിരുന്നു. കാരണം ക്രിസ്തുവർഷം 2019 ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ചരിത്രം വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, കലണ്ടർ രൂപപ്പെട്ടതെങ്കിൽ ആമേ നിങ്ങളുടെ യേശുവിന്റെ പേരിലാണോടെ ഈ കലണ്ടറൊക്കെ ഉണ്ടായത്? ഓ തന്നെ. എന്നാൽ എൻ്റെ വീട്ടിൽ ഇത് വേണ്ട എന്ന് നാരായണൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, മമ്മദ് കുട്ടിയും പറഞ്ഞിട്ടില്ല. ഇനി എൻ്റെ പ്രസംഗം കേട്ടെങ്ങാണ് എടുത്ത് കത്തിക്കുന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു ജീവിച്ചിരുന്നു എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയല്ല. യേശു പാപികളെ രക്ഷിപ്പാൻ ഒരിക്കൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ കൊള്ളാവുന്നതും ആമേ എല്ലാവരും അംഗീകരിച്ചേ മതിയാകൂ. അതിന് തക്കവണ്ണം യോഗ്യമായ വചനം തന്നെ. ആമേൻ. അപ്പോഴാണ് അടുത്ത ചോദ്യത്തിന്റെ പ്രസക്തി. എന്തിനാണ് യേശു വന്നത്? അതിപ്പോ ഞങ്ങൾക്ക് അറിയാടോ ഉപദേശി. എന്തിനാ? ഇവിടെ ഒരു മതം സ്ഥാപിക്കാനും ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയൊക്കെ മതം മാറ്റാനുമല്ലേ യേശു വന്നത്? ഇന്ന് രാത്രി പബ്ലിക്കായി ഈ മൊബൈൽ വീഡിയോ ഉണ്ടെങ്കിൽ മൊബൈൽ പിടിച്ചോ, ലൈവ് ഇവിടെ ഉണ്ട് ഓൾറെഡി. ഈ ബോക്സിലൂടെ കല്ലേലി ഭാഗത്തോട് പബ്ലിക്കായി ഷമീർ വിളിച്ചു ചോദിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്ന ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭിക്കുന്ന വെളിപ്പാട് എന്ന പുസ്തകത്തിൽ അവസാനിക്കുന്ന ഈ വിശുദ്ധ ബൈബിളിൽ എവിടെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെന്ന്, മതം സ്ഥാപിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന്, മതത്തിൽ ചേർക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഒരു വചനം, ഒരു അരമുറി കഷണം വചനം കൊണ്ട് ആരെങ്കിലും തെളിയിച്ചാൽ ഇന്ന് രാത്രി ഈ പുസ്തകം താഴെ വെക്കാൻ തയ്യാറാണെന്ന് പബ്ലിക്കായി കല്ലേലിയോട് പ്രസ്താവിക്കുന്നു. മറിച്ച് നിങ്ങളുടെ പുസ്തകം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചോദിക്കേ അതിനകത്ത് മതം പഠിപ്പിക്കുന്നോട് എണ്ണി എണ്ണി കാണിച്ചു തരാം ഞാൻ. ആമേൻ. ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ 10-22 വയസ്സ് വരെ ചുമന്നുകൊണ്ട് നടന്ന മതമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും യേശു മതം സ്ഥാപിച്ചിട്ടില്ല, മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. മതപുരോഹിതന്മാർക്കെതിരെ സംസാരിച്ചയാളാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. മതപുരോഹിതന്മാരായ പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കാടും കടലും കടന്ന് മതത്തിൽ ആളെ ചേർക്കുകയും ഒടുവിൽ അവരെ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതപുരോഹിതന്മാർക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് ഇത് മതം സ്ഥാപിക്കാൻ പറഞ്ഞ സന്ദേശമല്ല. പിന്നെ എന്തിനാ യേശു ലോകത്തിൽ വന്നത്? പറയാം. യേശു വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. ഈ യോഗ ഇവിടെ നടത്തുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ കല്ലേലിയിൽ പാപി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. പാപി ഇല്ലയോ നിങ്ങൾ ആരും ഇത് മൈൻഡ് പോലും ചെയ്യണ്ട, നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. കാരണം ഇത് പാപികൾക്കുള്ള സന്ദേശമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ? എന്നാ പിന്നെ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. എന്താ ഞാൻ കല്ലേലിയിൽ അങ്ങനെ പാപികളൊന്നുമില്ല. അതുണ്ടോ ഇല്ലയോ എന്ന് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ തെളിയിക്കാം, അതവിടെ നിൽക്കട്ടെ. ഏതായാലും പാപികൾക്ക് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തു യേശു പാപികളെ അല്ല, മതം സ്ഥാപിക്കാനൊന്നുമല്ല. പിന്നെ പറഞ്ഞ് എല്ലാവരും കൂടെ ചേർത്ത് ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടാക്കി മതത്തിന്റെ കൂട്ടത്തിലാക്കി വെച്ചു. അതിന് യേശു ഉത്തരവാദിയല്ല. ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതമില്ല. പെന്തക്കോസുകാർക്ക് ഇപ്പൊ സംശയം, അയ്യോ ചുമ്മാ അങ്ങനൊന്നും അല്ല. ഞാൻ വർഷങ്ങളായി കേട്ടിരിക്കുക. കേട്ടതെല്ലാം സത്യമാണോന്നൊന്നുമില്ല. ഈ ഉദാഹരണം പറയാം. ഈ കൊട്ടാരക്കരയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന MC റോഡില് കൊട്ടാരക്കരയ്ക്കും ആയൂരിനും ഇടയ്ക്കൊരു സ്ഥലമുണ്ട്. പറയട്ടെ, ചടയമംഗലം. അറിയാവുന്നൊരു കൈവക്കി നടക്കുന്നു ഇഷ്ടം പോലെ. എന്നാൽ ഞാൻ ഈ മൈക്കിൽ കൂടെ പറയട്ടെ, കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിലൊന്നും ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങർക്ക് എന്തോ തലയ്ക്ക് സുഖമില്ലെന്ന്. എന്റെ തലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഗവൺമെന്റ് റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ട്. അത് ചടയമംഗലം എന്നല്ല, ജടായു മംഗലം എന്നാണ്. എന്നാ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞ് എന്തായി ചടയം. ഇനി ഞാനൊരുത്തൻ തലകുത്തിന്ന് പ്രസംഗിച്ചാൽ ഇത് മാറുമെന്നുള്ള പ്രത്യാശയൊന്നും എനിക്കില്ല.
എന്തിനാ നമ്മുടെ സഹോദരിമാര് ചേട്ടാ ഇന്നലെയും കൂടെ പറഞ്ഞിട്ട് കേട്ടില്ല, മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പില മേടിക്കാൻ അല്ലേ? കരിയാപ്പില എന്ന് പറഞ്ഞൊരു ഇലയുണ്ടോ? കറിക്കിടുന്ന വേപ്പില അഥവാ കറി വേപ്പില എന്നാ പറഞ്ഞെന്തായി? കരിയാപ്പില. ഇനിയിപ്പോ നാളെ തൊട്ട് ഇവര് കൃത്യമായിട്ട് കറിവേപ്പില എന്ന് പറയുന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ എന്തിനാ ഇത് പറഞ്ഞത്? പറഞ്ഞു കരിയാപ്പില എന്നതുപോലെ ക്രിസ്തു മതമല്ലടോ ശരി, ക്രിസ്തു മാർഗമാണ് ശരി. മാർഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? വഴി. എങ്ങോട്ടുള്ള വഴി? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരേ ഒരു വഴി, ഒന്നര വഴിയില്ല, ഒരേ ഒരു വഴി. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവെങ്കിൽ പ്രാരംഭത്തിലെ വിളിച്ചു പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ആമേൻ. അത് പറയാനാ ദൈവം അയച്ചേ. സ്തോത്രം. അത് പറയാനാ ദൈവം അയച്ചത്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത്, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു. പേടിയാവും എന്നാ പാട്. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഈ അന്ത്യകാല ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തി ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിക്കുന്നതല്ല. ആമേൻ. ജനത്തെ നിത്യതയ്ക്കായി ഒരുക്കുന്നതാണ് അന്ത്യകാല ശുശ്രൂഷ. മനസ്സിലായോ? അതുകൊണ്ട് ആമേൻ, പേടിയുള്ളൊരു നാളെ വരരുത്. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നാലും പ്രസംഗിക്കും, അതുകൊണ്ട് ഇവിടെ പേടിയൊന്നുമില്ല. ആമേൻ. വഴിയിൽ കിടന്ന് ചാണ്ടവനെ സ്വർഗം പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തി. ഇനി യേശുവിന് വേണ്ടി 1 അല്ല 9 വട്ടം ചാകാൻ മെനക്കെട്ട് നടക്കുക. പിന്നല്ലേ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തേങ്ങ വീണാലോ? അത്രേ ഉള്ളൂ. ആരും ഇവിടെ 500 തികച്ചിട്ടൊന്നുമില്ല. ആമേൻ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആമേൻ. നോക്കുക. ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. അപ്പൊ ഈ സംഗതിയാണ് എന്നെ ബൈബിളിലേക്ക് ആദ്യ ചിന്ത തിരിച്ചുവിടാൻ കാരണം. യേശു മതം സ്ഥാപിക്കാൻ വന്നതല്ല. ആമേൻ. 2, ഈ പുസ്തകത്തിലേക്ക് തിരിയാനുള്ള രണ്ടാമത്തെ കാരണം, ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തതൊന്നും ഉലകത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല, ഇനി മേലാൽ സംഭവിക്കത്തുമില്ല. ഒരു സംശയം വേണ്ട. ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വസ്തുവകകളും കഴിഞ്ഞ ദിവസം പിള്ളേര് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇങ്ങോട്ട് അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ എന്തുവാ, ദുബായില് ആമേൻ അരിമണിയുടെ വലിപ്പത്തിലുള്ള ഒരു ചിപ്പ് കൈക്കകത്ത് ഇഞ്ചക്ട് ചെയ്യാനുള്ള നിയമം ദുബായിൽ വരുന്ന പണം സഹിതം. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകം പറഞ്ഞതാ. ഏതോ പുസ്തകം പറഞ്ഞതാ. അന്ന് ഉപദേശിമാര് സ്റ്റേജിൽ കയറി നിന്ന് ഒരു ചിപ്പ് വരും, ആ ചിപ്പ് മനുഷ്യന്റെ നെറ്റിയിലോ കയ്യിലോ വെക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അണ്ണന്മാരെല്ലാം റോഡിൽ നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, യവന്മാർക്ക് വട്ടക്കാണ്ടാന്ന്, ചിപ്പ് വരും പോലും. ചിപ്പ് വന്നോ? എന്നിട്ടും ബോധം തെളിയാത്ത കുറെ എണ്ണമുണ്ട്. ഇനി നേരം വെളുക്കണ്ട, നീ അവിടെ ഇരിക്കുക, ചിപ്പ് വന്നു തുടങ്ങി, ഇനി അധികം പിന്നെ കർത്താവ് വരും. അതിനാ നിങ്ങൾക്കൊരു സംശയം? ഇപ്പൊ സംശയം വരുമോ? വരും. ഇപ്പൊ അതാ തർക്കം. യേശു രഹസ്യത്തിലൊന്നും വരുത്തില്ല, അങ്ങനൊന്നും ഇല്ല എന്ന് പറയും. ഈ പണ്ട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വട്ടായെന്ന്. അതാ ഇപ്പൊ എല്ലാത്തിനും പഠിച്ചു വട്ടായിക്കൊണ്ടിരിക്കുക, പഠിത്തം കൂടി വട്ടായി. ആമേൻ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. കാത്തു നിൽക്കുന്നത് ലോകമല്ല, കാത്തു നിൽക്കുന്നത് സഭയാണ്. ഇനിയും പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ അങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ അതും സഭയാ, ലോകമല്ല. അപ്പൊ സഭയെ കൊണ്ടുപോകാൻ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നവർ അവനോടുകൂടെ പോകും. ഈ കേൾക്കുന്ന വട്ടെല്ലാം കേട്ടുകൊണ്ട് വെറുതെ തലയ്ക്ക് പുക വരുത്തിച്ച് കൂടുതൽ പഠിക്കാൻ നിന്നാൽ അവസാനം ദൈവം ഇല്ലെന്നും പറഞ്ഞ് പോകേണ്ടി വരും.
ഇതുപോലെ കുറേ ഇപ്പൊ ഇറങ്ങിയേക്കുക ഇഷ്ടം പോലെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്ന് തൊട്ടുവിടുക. അപ്പം യേശു സഭയെ ചേർക്കാൻ താമസം പിന്നെ വേഗം വരും. സഭയുമായി യഹൂദന്റെ ഉദ്ധാരണത്തിന് സഭയുമായി അവൻ പരസ്യമായി പ്രത്യക്ഷനാകും. അപ്പോൾ സഭ കൂടെ ഉണ്ട്. അതിന് ഇനിയിപ്പോൾ ഹീബ്രു ഒക്കെ എടുത്ത് കാണിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഹീബ്രു ഒന്നും അറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു യേശു സഭയെ ചേർക്കാൻ വരും. ഇനിയിപ്പോൾ ഹീബ്രു തെളിയിച്ച അവസാനം ദൈവം ഇല്ലെന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അമേരിക്കയിലുള്ള ഒരുത്ത ഇതുപോലെ പെന്തക്കോസുകാർക്ക് വേണ്ടി വാദിക്കാൻ ബ്രദറുകാരെ വെല്ലുവിളിച്ച് സംവാദമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ അവൻ പെന്തക്കോസുകാരെ തെറിയും വിളിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പാണ്ഡിത്യം കൂടി പോയോണ്ട്. അപ്പോൾ ഇവനെല്ലാം അവിടെ ചെന്ന് നിൽക്കത്തോളം അവസാനം. മനസ്സിലായോ? അത്രയും പറഞ്ഞങ്ങ് വിടുക. കാര്യം ഇവിടെ പലരും ആമേൻ. 3, ഈ പുസ്തകം കൂടുതൽ ചേർത്ത് പിടിക്കാൻ ആവേശം തോന്നിയ മൂന്നാമത്തെ ചിന്ത, ഈ ബൈബിളിന്റെ ഒരു പ്രത്യേകത, ഈ പുസ്തകം പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞും കൊണ്ട് ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കും എന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാ എവിടെ അവസാനിക്കുന്നേ? എവിടെ? വെളിപ്പാട്. എന്തിനാ ചോദിച്ചേ? ചിലർ പറയുന്ന വെളിപാടെന്നാ. വെളിവില്ലാത്തതുകൊണ്ടാക്കട്ടെ പറഞ്ഞത്. വെളിപാടല്ല, പിന്നെന്തുവാ? വെളിപ്പാട് റവലേഷൻ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഗൂഢമായത് വെളിപ്പെടുത്തുക, മറ നീക്കി കാണിക്കുക ഇത്യാദി അർത്ഥം വരുന്ന റവലേഷൻ എന്ന പദം വെളിപ്പാടിന് ഉപയോഗിക്കാൻ എന്താ കാരണം? യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം പത്മോസിന്റെ ഏകാന്തതയിലേക്ക് തള്ളപ്പെട്ട യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിൽ മേലാൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞും കൊണ്ട് ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാന് കാണിച്ചു കൊടുത്തു എന്നല്ല, കേൾപ്പിച്ചു കൊടുത്തു എന്നല്ല, പറഞ്ഞു കൊടുത്തു എന്നല്ല, പിന്നെയോ പ്രദർശിപ്പിച്ചു എന്നാണ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു വിഷ്വലിൽ കാണുന്നത് പോലെ മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയ പ്രദർശനമാണ് വെളിപ്പാട്. അപ്പൊ വെളിപാടോ? ഈ മനസ്സിനകത്തുണ്ടാകുന്ന തോന്നലുകൾ പുറത്തേക്ക് വരുന്നതാണ് വെളിപാട്. ചിലർ പറയത്തില്ലേ, ഒരു ആന തിരിഞ്ഞു നിൽക്കുന്നടി ഞാൻ പ്രാർത്ഥിക്കുമ്പം, അങ്ങനെ പറയത്തില്ലേ? അതൊക്കെ വെളിപാടിന്റെ കൂട്ടത്തിൽപ്പെടുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഒരു ഓലമടൽ താഴോട്ട്. ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്ട് ഉപവാസത്തിൽ ഒരു അമ്മച്ചി പറഞ്ഞു, ഞാനൊരു ചക്ക പഴുത്തിരിക്കുന്നത് കാണുവാന്ന്. ഉടനെ അവിടുത്തെ ഉപദേശി പറഞ്ഞു, എന്നാ പൂളമ്മച്ചി തിന്നിട്ട് മതി ബാക്കി പ്രാർത്ഥനയെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചക്കയും മാങ്ങയും തേങ്ങ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇത് അങ്ങനെ ചക്കയും മാങ്ങയും തേങ്ങയൊന്നുമല്ല, തോന്നലുമല്ല, പിന്നെയോ തകർത്ത ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ട യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ല എന്നല്ല പറഞ്ഞത്, പിന്നെയോ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ യേശു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടറിഞ്ഞതുമായ ജീവന്റെ വചനം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ. അപ്പോൾ ഇത് പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. ഈ പുസ്തകം ആരംഭിക്കുന്നത് ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ വായിക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ ദേശത്തോട് ഞാൻ പങ്കുവയ്ക്കാം. ഞാനിത് വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം എന്നൊരു പദം, ദൈവം എന്ന പദം ദൈവത്തിന്റെ പേരാണോ? അല്ല. ദൈവം എന്നുള്ളത് ഒരു കോമണായി ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. വാക്കിനർത്ഥം ശക്തനായവൻ എന്നാണ് നമുക്കറിയാം. ദൈവം എന്നുള്ള വാക്ക് ക്രിസ്ത്യാനി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാമിക സഹോദരങ്ങളും എല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ് ദൈവം. ചിലർ പറയും പടച്ചവൻ, ചിലർ പറയും സൃഷ്ടാവ്, ചിലർ പറയും ഈശ്വരൻ. ഇതെല്ലാം കോമണായി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ആമേൻ. പടച്ചവൻ എന്ന് ഞാൻ പറഞ്ഞാൽ ചില പെന്തക്കോസുകാർ നെറ്റി ചൊളിക്കും. കാരണം പുള്ളി ഇപ്പോഴും പടച്ചവനും വിട്ട. പടച്ചവൻ എന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ, സൃഷ്ടാവ് എന്ന അർത്ഥമേ ഉള്ളൂ. അല്ലാതെ അത് മറ്റൊരാളുടെ ദൈവത്തിന്റെ പേരൊന്നും അല്ല. പടച്ചവൻ എന്ന് പറഞ്ഞാലും പണം കണ്ട, ഈശ്വരൻ എന്ന് പറഞ്ഞാലും പണം കണ്ട, സൃഷ്ടാവെന്ന് പറഞ്ഞാലും പണം കണ്ട, ഇതെല്ലാം എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ് ദൈവം. പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന ഒരു കോമൺ പ്രയോഗമാണ്. അത് ദൈവത്തിന്റെ പേരല്ല. ഒന്നുകൂടെ പറയാം, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിനൊരു പേരുണ്ട്. ആ പേരല്ല ദൈവം എന്നുള്ളത്, പടച്ചവൻ എന്നുള്ളത്, സൃഷ്ടാവ് എന്നുള്ളത്. ഇതൊന്നും പേരല്ല. ഉദാഹരണം, ഞാൻ നടന്നു പോകുമ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ്, പാസ്റ്ററെ എവിടെ പോകുന്നു? കോന്നിയിലൊരു കൺവെൻഷന് പോകുന്നു. എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ? ആണോ? അല്ല, എൻ്റെ പേര് ഷമീർ എന്നാണ്. പാസ്റ്ററെ എന്ന് വിളിച്ചാലും ഞാൻ മറുപടി പറഞ്ഞില്ലേ,
പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ എനിക്കൊരു പേരുണ്ട്, ഷമീർ. പാസ്റ്റർ എന്നുള്ളത് എൻ്റെ ഔദ്യോഗിക പദവിയാണ് എന്നതുപോലെ ദൈവം എന്നുള്ളത് ദൈവത്തിൻ്റെ പേരല്ല. പക്ഷേ ദൈവമേ എന്ന് വിളിച്ചാലും ദൈവം കേൾക്കും, പിണക്കമൊന്നുമില്ല. ആമേൻ. പക്ഷേ ഈ ദൈവത്തിന് ഒരു പേരുണ്ട്. ആ പേരെന്ന് നീ അറിയുന്നു, അന്ന് നീ സൊട്ടാവിനെ അറിയും. അതാണ് സുവിശേഷം. അപ്പൊ എന്താ പേരെന്നങ്ങ് പറഞ്ഞേരെ, ഇപ്പൊ പറയുന്നില്ല, ഇച്ചിരി കഴിഞ്ഞ് പറയാം. അതുകൊണ്ട് തൽക്കാലം ദൈവം എന്നങ്ങ് പറയാം. അപ്പൊ കേൾക്കുന്നവർക്കും പിണക്കമില്ല, നമുക്കും പിണക്കമില്ല, എല്ലാവരും ഹാപ്പി. അപ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നാണ് മൂലഭാഷ. മലയാള പരിഭാഷയിൽ ആയിരുന്നു എന്നാണ് പരിഭാഷപ്പെടുത്തിയവർ എഴുതിയപ്പോൾ. എന്നാൽ മൂലഭാഷയിൽ ആയിത്തീർന്നു എന്നാണ്. എങ്ങനെ ആയിത്തീർന്നു പിന്നെ പറയാം. പാഴും ശൂന്യവും ആയിത്തീർന്ന ഭൂമിയിൽ മിച്ചം എന്തുണ്ട് ഉപദേശി എന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു മിച്ചം രണ്ടുണ്ട്. എന്താണ് രണ്ട്? ഒന്ന് ഇരുളുണ്ട്, ആഴത്തിന്മീതെ ഇരുളുണ്ട്. പിന്നെന്തുണ്ട് മിച്ചം? വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മിച്ചം രണ്ടുണ്ട്, ഒന്ന് ഇരുള്, രണ്ട് വെള്ളം. ഇരുളിനെ നോക്കി തമ്പുരാൻ പ്രവൃത്തി ആരംഭിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ റീക്രിയേഷൻ ആരംഭിച്ചു. ഇതാണ് ബൈബിൾ പറഞ്ഞു തരുന്നത്. ആമേൻ റീക്രിയേഷൻ ആരംഭിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി, അങ്ങനെ അടുക്കടുക്കടുക്കടുക്കടുക്കായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ദൈവം. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം ദൈവം. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം ദൈവം ദൈവം എന്നുള്ള പ്രയോഗമാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 5 ദിവസം ഇതെല്ലാം സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. ശ്രദ്ധിക്കണം, 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുൻപ് ദൈവം ചില ഐറ്റങ്ങളെ കൂടെ സൃഷ്ടിച്ചു. അതങ്ങ് പറയാം. ഒന്ന് കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം. ഇത് 6-ാം ദിവസം സൃഷ്ടിച്ചതാ. ഏതാണ്? കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം. 1-2 ചോദ്യം ചോദിക്കാം. കന്നുകാലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? പറ, വേഗം പറ, വേഗം വേഗം. കന്നുകാലി കേട്ടിട്ടേ ഇല്ലയോ? അങ്ങനെ ആട്, മാട്, പശുപോത്തെരുമ കന്നുകാലി. ഇഴജാതി പാമ്പ് വർഗത്തിൽപ്പെട്ടതെല്ലാം ഇഴജാതി. കാട്ടുമൃഗം കാട്ടുപന്നി, കാട്ടാണ്, കാട്ടുപോത്ത്, കാട്ടുമുയൽ, കാട്ടി കിടക്കുന്നതെല്ലാം കാട്ടുമൃഗം. ഇതിനെയെല്ലാം തമ്പുരാൻ സൃഷ്ടിച്ചു. അപ്പോൾ ഭൂമിയിൽ ആരില്ല? പറ. മനുഷ്യനില്ല. ഉണ്ടോ? ഇല്ല. ഇനിയിപ്പം നമ്മളടുത്ത് പരാതിയുള്ള ആരെങ്കിലും വെളിയിൽ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിലല്ലയോ മനുഷ്യനില്ലാത്ത? അതിന് 1 വർഷം മുമ്പേ ഞങ്ങളുടെ ദൈവം 2 മനുഷ്യരെ സൃഷ്ടിച്ചായിരുന്നു. പേര് പറ, പേര് പറ. പേരില്ല. ആരോട് ചോദിച്ചാലും ആദ്യത്തെ മനുഷ്യർക്ക് 2 പേരെ പറയത്തുള്ളൂ, ആദാമും ഹവ്വായും. അത് പറഞ്ഞത് പുസ്തകമാണ്. പുസ്തകം പറഞ്ഞ് 610 വർഷം കഴിഞ്ഞ് വേറൊരു പുസ്തകം പറഞ്ഞു. അതിന് മുമ്പേ ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് വിട്ടിതെടുത്തു. ഇതിന് മുമ്പേ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് പറയാം, ആമേൻ, 2 മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുന്നേ കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം ഇതിനെ ദൈവം സൃഷ്ടിച്ചു. ചോദ്യം നിങ്ങളോട്, അപ്പോൾ ഇവിടെ ആരില്ലെന്ന് പറഞ്ഞു? പറ. മനുഷ്യനില്ല. മനുഷ്യനില്ലല്ലോ. മനുഷ്യനില്ലാത്തതുകൊണ്ട് കന്നുകാലി എന്തായിരുന്നു? 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 കന്നുകാലി. കന്നുകാലിയായിരുന്നു. അത് തന്നെ. പിന്നെ അല്ല എന്തു? ഇഴജാതി എന്തുമായിരുന്നു? ഇഴജാതിയായിരുന്നു. കാട്ടുമൃഗമോ? കാട്ടുമൃഗമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തലേ കയറിയില്ല. ചുമ്മാ ചിരിക്കുന്നത് തലേ കയറിയില്ല. ഒന്നുകൂടെ പറയാം. കന്നുകാലി എന്തായിരുന്നു വെച്ചാൽ കന്നുകാലി എന്ന് പറഞ്ഞാൽ പശു എന്തായിരുന്നു? പശു. ആടോ? ആട്. എരുമയോ? എരുമ. പോത്തോ? പോത്ത്. പാമ്പോ? പാമ്പ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആര് വന്നു? മനുഷ്യൻ വന്നു. മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ ലതിയിൽ ചിലതിനെ പിടിച്ച് ദൈവമാക്കി. അപ്പൊ പശു എന്തായി? അതാ ഇപ്പൊ പ്രശ്നം നടക്കുന്നത്. പിടിയോ? ഇതാ കാര്യം. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയണം. മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുന്നതിന് മുന്നമേയാണ് തമ്പുരാൻ ഇവിടെ കന്നുകാലി, ഇടജാതി, മൃഗജാലങ്ങൾ ഇതിനെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങൾ സന്തോഷമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ദൈവം ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ കന്നുകാലി, ഇഴജാതി, ആടുമാടൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ഉണ്ടാകട്ടെ അങ്ങനെയാണോ പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല. പകരം ദൈവം തന്റെ കരം കൊണ്ട് നിലത്തെ മണ്ണെടുത്ത് മനുഷ്യനെ നിർമ്മിക്കുകയാണ്. ദൈവത്തിന്റെ കരാങ്കുലികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വിശേഷപ്പെട്ട വസ്തുവാണ് മനുഷ്യൻ. അവൻ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. വായിക്കാം. ഉൽപ്പത്തി 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നിക്കട്ടെ. ഈ കല്ലേലി ദേശവാസികൾ ശ്രദ്ധിക്കണം. ഇതുവരെയും ഞാൻ ദൈവം 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 എന്ന് പറഞ്ഞു. കാരണം ബൈബിളിൽ അങ്ങനെ എഴുതിയിരുന്നു. എന്നാൽ 2-ാം അധ്യായം 7-ാം വാക്യത്തിലെത്തിയപ്പോൾ, അഥവാ മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ, ഉലകത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവം തന്റെ പേര് വെളിപ്പെടുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോ? യഹോവയായ ദൈവം
എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോഴേ അവൻ സൃഷ്ടാവിനെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം തന്റെ പേര് വെളിപ്പെടുത്തി. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയാം, ലോകത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവം ഒന്നേ ഉള്ളൂ. അവന്റെ നാമമത്രേ യാഹ്വേ, യഹോവ. ആമേൻ. യഹോവയായ ദൈവം. ഇതൊക്കെയാ ബൈബിള് പഠിപ്പിക്കുന്നത്. അല്ലാതെ ബൈബിള് പഠിപ്പിക്കാൻ ചർച്ചയിൽ വരുന്നവനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് അടുത്ത ആഴ്ച തൊട്ട് നിന്റെ അയലത്ത് വീട്ടുകാരനെ അടിക്കണം, ഇടിക്കണം, നീ ഈ ചൂരൽ വടി നിന്റെ ആരെ തിരികണം, എപ്പോഴും ഇതൊന്നും അല്ലടോ ഇവിടെ പഠിപ്പിക്കും. ഇതൊക്കെയാ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതാ വിഷയം. ദൈവമാര് ലോകത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവം യഹോവയായ ദൈവം ഒരു മനുഷ്യനെ നിർമ്മിച്ചു. അനക്കമുണ്ടോ? അനക്കമുണ്ടോ? അനക്കമില്ല. വാഴത്തടി പോലെ കിടക്കുന്നു. അനക്കം വെച്ചു. എപ്പോൾ? അവന്റെ മൂക്കിലേക്ക് ഈ ദൈവം ജീവശ്വാസം അങ്ങോട്ട് ഊതി. മനുഷ്യൻ ജീവനുള്ളവനായി. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യനെന്ന പേരുള്ള സകല ഇരുകാലികളും അന്ന് ഈ ദൈവം ഊതിയ ജീവശ്വാസമാണ് ഇന്നും മേപ്പോട്ടും കീപ്പോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി. അപ്പൊ നിങ്ങളുടെ ദൈവം ഊതിയ ശ്വാസം അന്നോട്ടെ ഞാൻ വലിക്കുന്നത്. അതെ, അന്നാ എനിക്കിനി ഇത് വേണ്ട, എന്നാ തൻ്റെ ഇടം ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ഊതുന്നതിന് 6 മാസം മുമ്പ് ഞങ്ങളുടെ ഊതിയായിരുന്നു. ഏത് പുസ്തകത്തിലാ? കൊണ്ടുവരാം. ആമേൻ. നോക്കണം. യഹോവയായ ദൈവം മൂക്കിലേക്ക് ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി. ഉലക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. അവന്റെ പേര് ആദാം. ഇന്ന് രാത്രി സന്തോഷമുള്ളൊരു വാർത്ത ദേശത്തോട് പറയാം. എനിക്ക് ഈ ബൈബിളിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനോടും ഈ സൃഷ്ടിച്ച ദൈവത്തോടും ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു കാരണം, ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ ഹിന്ദുവല്ല, ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയല്ല, ഈ മനുഷ്യൻ മുസൽമാനല്ല, ഇവൻ മനുഷ്യനാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസൽമാനുണ്ട്. ഇല്ലാത്ത ആരാ? മനുഷ്യനില്ല. മനുഷ്യനില്ല. ആമേൻ. മനുഷ്യൻ എവിടാ ഉള്ളത്? മനുഷ്യനില്ല. എവിടാ മനുഷ്യൻ? ഇന്നെല്ലാം ഇരുകാലി മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തെളിവുകൾ ഞാൻ പിന്നാലെ തരാം. അവിടെ നിൽക്കട്ടെ. അപ്പൊ ദൈവം മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. ജാതി മത വർണ്ണവർഗ വ്യത്യാസം തരംതിരിച്ചല്ല ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. പടച്ചവൻ സൃഷ്ടിച്ചത് ആണിനെ സൃഷ്ടിച്ചു. ആണൊറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ലെന്ന് സൃഷ്ടിച്ചവൻ പ്രഖ്യാപിച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞത് പെന്തിക്കോസുകാരല്ല, പിന്നെ ആരാ? സൃഷ്ടിച്ച ദൈവം പറഞ്ഞു, ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ച പ്രശ്നമാണെന്ന് പറഞ്ഞത് ദൈവം. കേൾക്കണ്ടേ? എന്നിട്ടും ഒറ്റയ്ക്കേ ജീവിക്കുമെന്നും പറഞ്ഞ് ചിലത് വാശി പിടിച്ചിട്ട് ഇപ്പൊ ചാനലിലും ചർച്ചയിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇടയ്ക്ക് ജയിലിലും. അമേൻ. ഉണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കരുത്. അമേൻ. നോക്കണം. ഒറ്റയ്ക്ക് ജീവിക്കരുത്, അത് നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉലകത്തിൽ ആദ്യമായ ഒരു പെൺകൊച്ചിനെ ഉണ്ടാക്കി. അവന്റെ വാരിയിൽ നിന്ന് ഒന്നിനെ എടുത്ത് തക്ക തുണ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ചെറുക്കന്റെ പേര് പറ? ആദാം. പെണ്ണിന്റെ പേര് ഹവ്വ. നടത്തിയതാരാ? യഹോവയായ ദൈവം. ആദ്യത്തെ കല്യാണ വിശേഷമൊക്കെ ഒത്തിരി പറയാനുണ്ട് നാളെ. ആമേൻ. അപ്പോ ആദ്യത്തെ കല്യാണം. അപ്പൊ ചിലർക്കൊരു ചിന്തയുണ്ട്, ഈ കല്യാണം എങ്ങനാ പാസ്റ്ററെ നടന്നേന്ന്. സ്വത്രം. ആമേൻ. അതിലാരും സംശയിക്കണ്ട. ആമേൻ. ആദാം അടുത്തു നിന്നൊരു കാട്ടുമരത്തിന്റെ വള്ളി പറന്നങ്ങ് പിടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ഈ ഹവ്വായുടെ കഴുത്തേലോട്ടിട്ട് ഒരൊറ്റ മുറുക്ക്. ഇത് കണ്ട ദൈവം അപ്പുറത്തോട്ട് മാറിയെന്ന് കൂകൂന്ന് 2 കൂവലും ഒരു കൊരവിടലും ഒരു മത്താപ്പൂവും കമ്പിത്തിരിയും ഒക്കെ പൊട്ടിച്ച് ആകെ. അങ്ങനെ വല്ലതാണോ? ഉണ്ടെന്നില്ല നിങ്ങളാരും. അങ്ങനൊന്നും മുറുക്കിയില്ല. അതുകൊണ്ട് പെന്തിക്കോസുകാർ മുറുക്കാത്ത. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആരും പണങ്ങണ്ട. പിന്നെ മുറുക്കൊക്കെ എവിടുന്ന് കിട്ടി? അത് മനുഷ്യൻ കണ്ടുപിടിച്ച. അതെന്തിനാ? അവന് തോന്നുമ്പോ ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്കാൻ. അപ്പൊ യവനിങ്ങനെ ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച സൂത്രമാണ് മുറുക്ക്. കാര്യം പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞ് പതിപ്പിച്ച് വെച്ചിരിക്കുക, ഇത് പൊട്ടിയാൽ ബന്ധം എന്ത് ചെയ്യും? തീരും. പൊട്ടിക്കാൻ ചില പെണ്ണുങ്ങൾ പറയും, ഞാൻ ഇപ്പൊ പൊട്ടിക്കും, അരുത് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ് ഇത് പൊട്ടിയാ തീരുവന്ന്. ഈ അടുത്ത കാലത്ത് ഒരു ആന്റിയോട് ചോദിച്ചു, ആന്റി മക്കളെത്ര ഉണ്ട്? 2 പേരുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്യാൻ തിയേറ്ററിനകത്തോട്ട് കയറ്റിയപ്പോഴേ ഈ ചേട്ടൻ കെട്ടിയതും കുഞ്ഞമ്മ തന്നതും എല്ലാം പൊട്ടിച്ചേ ചെല്ലിയോ നേഴ്സ് അകത്തോട്ട് കയറ്റിയത്. കൊച്ചിൻ്റെ അപ്പൻ ഇപ്പോഴും വീട്ടിലുണ്ടോ അതോ ഡൈവോഴ്സായോ? ഇല്ല, പപ്പ വീട്ടിലുണ്ട്. ഉണ്ടോ? എന്നാ ബന്ധം പോകാഞ്ഞ്? താലിയൊക്കെ പൊട്ടിച്ചല്ലേ തിയേറ്ററിലോട്ട് കയറ്റിയത്. എന്നിട്ടും ബന്ധം പോയില്ലല്ലോ. ഒരിക്കലും ഒഴിയത്തില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ?
അങ്ങനൊന്നും പോകുന്ന ബന്ധമല്ല ഇത്. ഇതൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യത്തിന് വേണ്ടെന്ന് പറഞ്ഞ് പൊട്ടിച്ചിട്ട് അവൻ അടുത്ത് പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പരിപാടിയാ. തുണി മാറുന്ന പോലെ പെണ്ണ് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച വകുപ്പാ ഇതൊക്കെ. മനുഷ്യന്റെ കളിയാ ഇതിന്റെ എല്ലാം പിന്നിൽ. മനസ്സിലായോ? അവനിങ്ങനെ വസ്ത്രം മാറുന്ന പോലെ കെട്ടണം. അതിനാവുമ്പോൾ ഉണ്ടാക്കി വെച്ച ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും. ചിലർ പറയും പൊട്ടിക്കാനും ഒന്നുമില്ല, നിന്നെ വേണ്ട 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 എന്നൊക്കെ പറഞ്ഞാൽ തീരുവെന്ന്. അങ്ങനെ ഒന്നും തീരത്തിലിടോ. ആമേൻ. പിന്നെ എങ്ങനെയായി കല്യാണം നടന്നത് പറയാം. ആമേൻ. നിർമ്മിച്ച ദൈവം, യഹോവയായ ദൈവം സാക്ഷിയായിക്കൊണ്ട് ആമേൻ പുരുഷൻ സ്ത്രീക്ക് ഉടമ്പടി ചെയ്തു. ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എന്റെ മാംസത്തിൽ നിന്ന് മാംസം. ആ ഉടമ്പടിക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു മർമ്മമുണ്ട്, രഹസ്യം. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിൽ ജീവിതമില്ല. ഉണ്ടോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടുമേ ഇല്ലെന്നിരിക്കട്ടെ. പിള്ളേർ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടും, ഇങ്ങനെ കിടക്കും പഠിക്കാൻ, അല്ലേ? അതാണ്. അപ്പം മാംസമുണ്ട്, അസ്ഥി ഇല്ലെന്നിരിക്കട്ടെ. എഴുന്നേറ്റ് നോക്കുവോ? മയക്കം പിടിച്ച് അവിടെ മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അസ്ഥിയും മാംസം ഉണ്ടെങ്കിലേ ഇങ്ങനെ നിൽക്കൂ. ശരിയല്ലേ? ശരിയാ. എൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസമുണ്ടോ? എൻ്റെ ഈ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ദിവസമുണ്ടോ? ഉണ്ട്. എന്നാ? എൻ്റെ മരണം. എൻ്റെ മരണത്തിൽ എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് പോലെ മരണം കൊണ്ടല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് ഈ പുസ്തകത്തിൽ ദൈവം സ്ഥാപിച്ച വിവാഹം. മനസ്സിലായോ? അല്ലാതെ ഇവിടുത്തെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പറയുന്ന പോലെ അടിച്ച് കളയടി അവനെ, അവനല്ലെങ്കിൽ മറ്റൊരുത്തൻ. ഈസി അല്ലേ? എവിടെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനൊന്നും അടിച്ചു കളയാൻ പറ്റുന്ന ബന്ധമല്ല കുടുംബം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ ചിലത് ചേർത്തും കൂടെ പറയണം. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലം, ഇന്നിപ്പോൾ പിതാക്കന്മാരെ തെറി വിളിച്ചുകൊണ്ട് ന്യൂ ജനറേഷൻ ഇറങ്ങിയേക്ക് അപ്പച്ചന്മാർ പഠിപ്പിച്ചതൊക്കെ തെറ്റായിരുന്നു, അവർക്ക് അബദ്ധം പറ്റി. ഇനി ഇവർ പഠിപ്പിക്കുന്ന ഈ തിയോളജി പഠിച്ച് വേണം ഇനി 1, 2 എന്ന് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ 10 പേര് പോകാൻ. എന്തൊരു ദയനീയ അവസ്ഥയാന്ന് നോക്കി. ഈ പിതാക്കന്മാരെ കളിയാക്കുന്ന ഒരുത്തനും ദൈവസഭയ്ക്കകത്ത് കയറ്റരുത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് സ്തോത്രം പറയും, അടുത്ത ആഴ്ച അപ്പുറത്തൊരു വട്ടം വന്ന് വട്ടത്തരം പറഞ്ഞാൽ അവിടെയും പോയിരുന്നു തുത്തു അടിക്കുക. അതല്ലേ ഈ ഗതികേട്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് 2-3 വർഷം മുമ്പേ ഞാൻ വേദികളിൽ ഈ കള്ളക്കുറുക്കന്മാരുടെ പേര് സഹിതം വിളിച്ചു പറഞ്ഞു, ശക്തമായി പറഞ്ഞു, ഇവന്മാരെ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അന്നൊക്കെ ഈ ആളുകൾ എന്നെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു ഇവള് കുറ്റം പറയുന്ന ആളെ വിളിക്കലെന്നൊക്കെ പറഞ്ഞു. ഇപ്പം വർഷം 3 ആയപ്പോൾ പലരും മുണ്ടുവാ ഭാഷ പറഞ്ഞാലും ശരി. കാര്യം എന്താ? ഇവനൊക്കെ കള്ളനാന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു, വട്ടത്തരം പുറത്തു കൊണ്ടുവന്നു. അന്നേരം മനസ്സിലായി ഇതൊക്കെ വാല് പൊക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു ഇവൻ ദുരുപദേശനാണ്, കള്ളനാണ്. കേൾക്കത്തില്ല. അപ്പം നമ്മുടെ നെഞ്ചത്ത് പുര വെക്കാൻ വന്നു. അതൊന്നും തീരത്തില്ല, ഇനിയും അനുഭവിക്കും. വചനം പ്രസംഗിക്കുന്നവൻ അന്നും ഇന്നും ഉണ്ടാവും. നിങ്ങൾ ഒന്ന് പുറകോട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. എത്ര എണ്ണം ഫയർ, മുൻമഴ, പിന്മഴ, അഗ്നി, തീയോ എത്ര എണ്ണം വന്നു? എന്ത് ചെയ്യും ഇപ്പം? എന്ത് ചെയ്യും? വചനം പ്രസംഗിക്കുന്നവൻ അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അതാ ശുശ്രൂഷ. ദൈവവചനം പ്രസംഗിക്കുന്നവർ നിലനിൽക്കും. തീയൊക്കെ മഴ പെയ്യുമ്പോൾ അണയും. അത്രേ ഉള്ളൂ. ഇത്രയും പറഞ്ഞു വിടുക. ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, എന്ന് പറഞ്ഞ പോലെ നോക്കുക, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? വേർപിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് തലനിറച്ച അപ്പച്ചന്മാർ ഈ ജംഗ്ഷനിൽ ഇറങ്ങി നിന്ന് ഈ കാണുന്ന ജനത്തോട് വെല്ലുവിളിച്ച് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. എന്താ? ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു ഡൈവേഴ്സ് കാണിക്കാമോ? ചോദിച്ചില്ലേ? അല്ലേ? ഞങ്ങളുടെ ഇടയിൽ ഒരു കുടിയനെ കാണിക്കാമോ? ഞങ്ങളുടെ ഇടയിൽ ഒരു ആത്മഹത്യ കാണിക്കാം, അല്ലേ? ഇന്ന് ഞാനോ യോധുവാസോ ഇറങ്ങി അങ്ങോട്ട് നിന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ഡൈവേഴ്സ്. BJP-കാരൻ വന്ന് കയ്യെ പിടിക്കും. ഇങ്ങോട്ട് ഓട്ടെ, 2 കെട്ടിയവൻ അവിടുത്തെ പാസ്റ്റർ. ശരിയാണെങ്കിൽ ശരിയാന്ന് പറ, അല്ലേ? എന്താ കാര്യം? എവിടെയാ പാളിച്ച പറ്റിയത്? അന്ന് പ്രസംഗം പോലെ ജീവിതമുണ്ടായിരുന്നു, ഇന്ന് ജീവിതമില്ല. മനസ്സിലായോ? ഇന്ന് ജീവിതം ആവശ്യമില്ല. ഇന്ന് നേരെ ജീവിക്കുന്നവനാണ് കള്ളൻ, അല്ലേ? ഒരു സഭയ്ക്കകത്ത് വചനവിരുദ്ധമായ ഒരു കാര്യം കണ്ടാൽ ആ സഭയിൽ ഒരു അച്ചാൻ പറയാ, പാസ്റ്റർ ഇത് വചനവിരുദ്ധമാണ്, ഇത് നമ്മുടെ സഭയിൽ അനുവദിക്കരുത്. പണ്ട് കാലങ്ങളിൽ ഇതൊന്നും ദൈവസഭയ്ക്ക് ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അവൻ കൊളരാത്തവനാവും. മനസ്സിലായോ? ബാക്കി ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം. ആരും ഇവരെ കഷ്ടപ്പെട്ടിരിക്കുന്നത് ദേശം കേൾക്കാൻ വേണ്ടി. അതുകൊണ്ട് അത്രയും പറഞ്ഞങ്ങ് വിടുക. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞും കൊണ്ട് ദൈവം സ്ഥാപിച്ച വിവാഹം, അതാ യേശു എടുത്തു പറഞ്ഞ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആമേൻ.
അപ്പോൾ കുടുംബജീവിതം അവിടെ ആരംഭിച്ചു ഏദൻ പൂങ്കാവനത്തിൽ. ഇത്രയും കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും എതിർപ്പില്ല, കേൾക്കുന്നവർക്കും എതിർപ്പില്ല. ഇനിയാണ് കാതലായ വിഷയം. ആദമവ്വ ദമ്പതികളെ സൃഷ്ടിച്ചതിനും അവരെ ദൈവത്തോട് ഒന്നിച്ച് ആക്കി വെച്ചതിനുമൊന്നും ആർക്കും പിണക്കമില്ല. പിന്നെന്താ പിണക്കം? സൃഷ്ടാവായ ദൈവത്തിങ്കൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. വിശുദ്ധ തിരുവെടുത്ത് വിളിക്കുന്ന പേരവനെ ലൂസിഫർ. ഈ അടുത്ത കാലത്ത് ഒരു കൊച്ചു വന്ന് ചോദിച്ചു, ഭാഷങ്ങളെ ലൂസിഫർ എന്ന് എവിടെ എഴുതിയേക്കുന്നേ ബൈബിളിൽ? ഒന്ന് എത്ര തപ്പി നോക്കിയിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞു. ലൂസിഫർ എന്ന വാക്ക് അവൾ നോക്കുക. ലൂസിഫർ എന്ന വാക്ക് ബൈബിളിൽ നോക്കുന്നതിന് മുമ്പ് നേരെ ഡിക്ഷണറി എടുത്ത് അടിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ മലയാള അർത്ഥം വരും ശുക്ര നക്ഷത്രം എന്ന് വരും. എന്നിട്ട് യെശയ്യാവ് 14:12 പോയി നോക്കണം. അവിടെ കിടപ്പുണ്ട്, അരുണോദയപുത്രനായ ശുക്ര നക്ഷത്രമേ നീ എങ്ങനെ വെട്ടേറ്റു വീണെന്ന് ചോദിച്ചും കൊണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ലൂസിഫർ. അപ്പൊ ചിലർക്കൊരു ചിന്ത, ഈ ഉപദേശം പറഞ്ഞു യഹോവയായ ദൈവം, പിന്നെ ആദമവ്വ 2 മനുഷ്യർ, ഇതിൻ്റെ ഇടയ്ക്ക് പിശാച് എവിടുന്ന് വന്നു? അപ്പൊ ചരിത്രം പുറകോട്ട് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. എങ്ങനെ ആയിത്തീർന്നു? ദൂതന്റെ വചനം. ഏത് ദൂതൻ? ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൂതസംഘത്തെ സൃഷ്ടിച്ചു. ദൂതസംഘത്തിലൊരുവൻ ലൂസിഫർ. ഈ ദൂതന്റെ ഹൃദയത്തിന്റെ അകത്തൊരാഗ്രഹം എന്താ? സാറാഫുകളും മാലാകവൃന്ദങ്ങളെല്ലാം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്നവനെ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഇവന്റെ അകത്ത് ഒരു ചിന്ത പൊങ്ങി. ഒരു ചിന്ത എന്തെന്നറിയാമോ? ഈ സിംഹാസനത്തിൽ ഞാനും ഒന്നിരുന്നെങ്കിൽ ഈ ആരാധന എല്ലാം എനിക്ക് കിട്ടും. കണ്ടോ, ഞാൻ ദൈവത്തോട് സമനായി തീർന്ന് ഈ ദൈവത്തെ പോലെ ഞാനും ആയിത്തീരും. നല്ല നാടൻ നാട്ടുഭാഷ പറഞ്ഞാൽ ദൈവത്തിന്റെ കസേര ഇവൻ ഹൃദയത്തിൽ മോഹിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ കസേരയ്ക്കുള്ള മോഹം. ഇന്ന് വരെ തീർന്നിട്ടില്ല. ഇന്നകത്തും പുറത്തും കസേരക്കടിച്ച് നടക്കുന്നവനെല്ലാം ലൂസിഫറിന്റെ ആത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? ലൂസിഫറിന്റെ ആത്മാവാണ്. അത് എത്ര വലിയ റവയായാലും മൈദായാലും അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? വർഷാവർഷം കസേരക്കടിക്കാൻ വേണ്ടി കുമ്പനാട്ടും മുളക്കുഴയും പുനലൂരും ക്യൂ നിൽക്കുന്ന വെള്ള ഉടുപ്പിട്ടവനെല്ലാം ലൂസിഫറിന്റെ ആത്മാവാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ബൈബിൾ പരിജ്ഞാനമുള്ള ഏതു ദൈവദാസന്മാർക്കും ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ സംസാരിക്കാൻ എപ്പോഴും റെഡിയാണ്. തിരുവചനം വെച്ച് തെളിയിക്കാൻ റെഡിയാണ്. മനസ്സിലായോ? മത്സരം ആഭിചാരം പോലെ. ഒന്ന്, മത്സരികൾ സ്വർഗരാജ്യത്ത് പാർക്കുമെന്നല്ല, വരണദേശത്ത് പാർക്കും. മത്സരികളോട് ഞാൻ എതിരായിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം. ഇതെല്ലാം പഴയ നിയമമാണെന്നും പറഞ്ഞ് ചിലർ തള്ളിക്കളയും. പുതിയ നിയമമെടുത്ത് യേശുക്രിസ്തുവിന്റെ സ്വന്തം നാവാലുള്ള സ്വന്തം വാക്കുകൊണ്ട് തെളിയിക്കാം. മത്സരം യേശു വെറുക്കുന്നു. കസേരമോഹം യേശു വെറുക്കുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഒരു ചെറിയ സംശയം. എന്താ? ഈ മത്സരം ദൈവം വെറുക്കുന്ന കാര്യമെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ നമ്മൾ ഈ PYPക്കും WMC എന്താണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതിനു വേണ്ടിയൊക്കെ ഈ പിള്ളേരുടെ ഇത് നമ്മൾ നടത്താറില്ലേ, അത് തെറ്റാണോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. നിങ്ങളുടെ ഹൃദയത്തിലും ആ ചോദ്യം കാണും, അതുകൊണ്ട് മറുപടി പറയാം. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത താലന്ത് അത് ദൈവസഭയിലല്ലാതെ നിയമസഭയിൽ പ്രദർശിപ്പിക്കാൻ പറ്റൂ? ദൈവസഭയിലല്ലേ പ്രദർശിപ്പിക്കാൻ പറ്റൂ? അത് തെറ്റല്ല. കുഞ്ഞുങ്ങൾ അത് പ്രദർശിപ്പിക്കട്ടെ. പക്ഷേ അതിന് ഫസ്റ്റും സെക്കൻഡും വെക്കാൻ നിന്നോട് ആരാ പറഞ്ഞു? വാക്യമുണ്ടോ? ഫസ്റ്റും സെക്കൻഡും വെക്കാൻ ദൈവം പറഞ്ഞു? ഇല്ല. അത് നീയാ വെച്ച്, അതങ്ങ് മാറ്റിയാൽ മതി. എന്താ ഈ ഫസ്റ്റും സെക്കൻഡും വെക്കുമ്പോൾ ഈ കുഞ്ഞു ഹൃദയത്തിൽ നീ കൊടുക്കുന്ന ദൂതെന്തെന്നറിയാമോ? അവനെ തോപ്പിക്കണം. അവനെ തോപ്പിക്കണം. കുഞ്ഞു പ്രായം മുതൽ മറ്റവനെ തോപ്പിക്കണമെന്നുള്ള ത്വരയാ. ഈ കുഞ്ഞു ഹൃദയം വളർത്തേണ്ടത്. അല്ലാതെ ഈ കുഞ്ഞു ഹൃദയം തൊട്ട് അവനെ തോപ്പിക്കണം
കൊടുക്കണം, ഇനി നടത്തണം, കുഞ്ഞുങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കണം. ഒന്നുകിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കും കൊടുക്കരുത്. ഇതാ തീരുമാനിക്കുന്നെങ്കിൽ നല്ലത്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ബാലനായിരിക്കുമ്പോൾ നീ മറ്റവനോടുള്ള ആയനാമുണ്ടത് പാട്ട് സംഘത്തിന് വർഷിപ്പ് ലീഡർ അവൻ വെട്ടുകൊണ്ട് വീണപ്പോഴായി ഗുഡ് ന്യൂസിലും അല്ലേലിയാലും ഒക്കെ പരസ്യം വന്നു തുടങ്ങിയത് വർഷിപ്പ് ലീഡറെ ആവശ്യമുണ്ടെന്ന്. കാര്യം അവൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാ മിണ്ടാത്ത ആരും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയൊന്നും ആരും ഉണ്ടാക്കരുത്. വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞൊരു തസ്തിക ഒന്നും ഇല്ല. പാട്ടിന് ലീഡറാകാൻ തെറ്റൊന്നുമില്ല. ഇവിടെ നമ്മുടെ പാടി എബിമോനൊക്കെ പാടി പാട്ട് ലീഡ് ചെയ്തു, നമ്മൾ ഏറ്റുപാടി. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധന എന്നർത്ഥം. ആരാധനയ്ക്ക് ലീഡർ ഉണ്ടോ? ഉണ്ടോ? ലീഡ് ചെയ്ത് ആരാധിപ്പിക്കേണ്ടതാണോ ആരാധന? ആണോ? ലീഡ് ചെയ്ത് ആരാധിപ്പിക്കേണ്ടതാണോ ആരാധന? അല്ല. ഒരാൾ കൊടുക്കുന്നത് സ്തുതിച്ചാട്ടെ, പോരാ പോരാ, എവനാണോ തീരുമാനിക്കുന്നത് പോരാ? ആരാധനയ്ക്ക് ദൈവം കണക്കപ്പിള്ള വെച്ചിട്ടില്ല. ആമേൻ. ആരാധന നീ മനസ്സോടെ കൊടുക്കേണ്ടതാണ്. എന്തിനു കൊടുക്കണം? കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ നടത്തിയ ദൈവം, എന്നെ പുലർത്തിയ ദൈവം, എന്നെ കരുതിയ ദൈവം, എൻ്റെ യാത്രകളിൽ കൂടിയിരുന്ന ദൈവം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം, കണ്ണിനെ കണ്ണുനീരുന്ന കാലിനെ വീഴ്ചയെന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന്, സർവോപരി നരകശിക്ഷയിൽ നിന്ന് എൻ്റെ പേര് വെട്ടി ജീവന്റെ പറുദീസയ്ക്ക് എന്നെ അവകാശിയാക്കി തീർക്കുവാൻ കാൽവരിയുടെ കൊലക്കളത്തിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി അനുഭവിച്ച ആ മഹായാഗത്തെ ഒന്ന് ഹൃദയത്തിൽ ഓർത്താൽ, ആര് കൈയടിച്ചില്ലേലും, ആര് സ്തുതിച്ചില്ലേലും, ആര് പാടിയില്ലേലും, എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് ഹൃദയത്തിനകത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ ചിന്തിച്ച് നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലചൊറിഞ്ഞെന്നല്ല, ഞാൻ സന്തോഷിച്ചെന്ന മനസ്സോടെ ആലയത്തിൽ വന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നീ വാ തുറന്നു കൊടുക്കുന്ന ഒരൊറ്റ സ്തോത്രയാഗമുണ്ടല്ലോ, അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരാൾ അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് പല്ലളിച്ചേ, ആ കൈയൊന്ന് പിടിച്ച് കുലുക്കിയേ, ആ തോളയിലൊന്നും തട്ടി, ഇതുപോലെ കുറെ വാട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ദൈവസഭയ്ക്കില്ലായിരുന്നു. എന്തെല്ലാം വികൃതികളായി ഇപ്പൊ കയറി എന്ന് കാണി. ആ കൈ ഒന്ന് തട്ടിയിട്ട് മസിലൊക്കെ ഒന്ന് വിടാൻ പറഞ്ഞു. എന്തെല്ലാം വൃത്തികേടുകൾ ഇതിനകത്ത് കയറി കിടക്കും. എന്നാ ഉണ്ടാകും. സ്വതം. അപ്പൊ ശ്രദ്ധിച്ചേ, ദൂതൻ വെട്ടുകൊണ്ട് ഭൂതലത്തിൽ പതിച്ചു ഇരുട്ടിന്റെ ആത്മാവ്. ഇവനാണ് ലൂസിഫർ, പിശാച്. ഇനി രണ്ട് ചിന്ത പ്രധാനമായി പറഞ്ഞ് ഇന്നത്തെ ഭാഗം തുടരുമെന്നിടും, ബാക്കി നാളെ തുടരും. ഈ വെട്ടുകൊണ്ട് വീണവൻ പിശാച് എന്ന് പറയുമ്പോൾ പിശാചിനെ കുറിച്ച് ചിലർ ചിന്തിക്കുന്ന എന്താ? പിശാച് എന്ന് പറഞ്ഞാൽ ആരാ? അവൻ എങ്ങനെ ഇരിക്കും? ചിലർ പറയും പണ്ട് ഒനിഡാ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ പോലെ കണ്ണും തെള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇങ്ങനെ വരുമെന്ന് ആ പിശാചിനെ കുറിച്ച് പറയുന്ന ചിന്ത. പ്രിയരേ, പിശാചിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല. പിന്നെ ആരാ? ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ്. അങ്ങനെ എല്ലായിടത്തും ഇവനെ ആത്മാവ് ചേർത്ത് പറയുന്നു. കാരണം അവനൊരാത്മാവാണ്, ഇരുട്ടിന്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. പിശാച് എന്ന് പറയുന്നവൻ ഒരാത്മാവാണ്. പക്ഷേ അവന് പ്രവർത്തിക്കാൻ എപ്പോഴും ഒരു ശരീരം വേണം. അത് മനുഷ്യനായാലും പിണക്കമില്ല, മൃഗമായാലും പിണക്കമില്ല. തെളിവുണ്ടോ? ഉണ്ട്. ഉൽപ്പത്തിയിൽ പാമ്പ്, ഗദരദേശത്ത് പന്നി, കല്ലറയ്ക്കലോ ഭൂതഗ്രസ്തനായ മനുഷ്യൻ. അതുപോലെ പത്രോസിന്റെ ശരീരത്തിൽ ഇങ്ങനെ കയറി വന്നു. യേശു പറഞ്ഞു പോ പിശാച്, ഇറങ്ങി അങ്ങ് പോയി. അതുപോലെ മക്കോദോന്യക്ക് പോയ പൗലോസിന്റെ ശീലാസിന്റെയും പിറകി വന്നൊരു ചേച്ചി. ആ ചേച്ചി ഓർമ്മയില്ലേ? ഒരു ചേച്ചി മക്കോദോന്യക്ക് പോയ പൗലോസിന്റെ ശീലാസിന്റെയും പിറകെ ഈ ചേച്ചി തുള്ളി വരിക.
വന്നിട്ട് പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നവര്. ചേച്ചി പറഞ്ഞത് കള്ളമാണോ സത്യമാണോ? തുറന്ന് പറ. ഇവർ ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാര്, സത്യമോ കള്ളോ? സത്യം. ഇവരിവിടെ വന്നിരിക്കുന്നത് രക്ഷാമാർഗം അറിയിക്കാനാ, സത്യമോ കള്ളോ? സത്യം. നമ്മളെ കാണുവാണെങ്കിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഡേറ്റും മേടിച്ചിട്ട് ഈ അമ്മാമ ഇവിടെ എത്തും. ശരിയല്ലേ? എന്നിട്ട് അടുത്ത അമ്മാമ്മയെ വിളിച്ചു, ഇവിടെ ഒരു അമ്മാമ വന്നിട്ട് എന്തോ ദൂതാ അമ്മേ, ആ നമ്പർ ഇങ്ങോട്ടൊന്ന് അയക്കടി, ഞാനും ഒന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ദൂത് കൃത്യമായാൽ മതി. പക്ഷെ പരിശുദ്ധാത്മാവ് അകത്തുള്ള പൗലോസിന് മനസ്സിലായി, അവൻ ദൂത് കൃത്യമാ, പക്ഷെ അകത്തിരിക്കുന്നത് ദൂതനല്ല, ഭൂതമാണ്. നമുക്ക് അകത്തിരിക്കുന്നത് ദൂതനാണോ ഭൂതമാണോ എന്നൊന്നും അറിയണ്ട, നമുക്ക് ദൂത് കൃത്യമായാൽ മതി. ഒരുത്തൻ പറഞ്ഞു, ഗണേഷ് കുമാർ ഇത്ര വോട്ടിന് ജയിക്കും. അപ്പോഴേ നമ്മൾ പറഞ്ഞു, ഓ ഗ്ലോറി, അകത്തിരിക്കുന്ന ഭൂതമാണോ ദൂതനാണോ നമുക്കറിയണ്ട. നമുക്ക് ദൂത് കൃത്യമായാൽ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് അടിച്ചടിച്ചടിച്ചോണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അകത്തുള്ളവന് വിവേചനാത്മാവുണ്ട്. പണ്ടൊക്കെ ഈ സഹോദരിമാർക്ക്, ഇപ്പോഴാണ് ഈ സഹോദരിമാർക്ക് ഈ വട്ടുപിടിച്ച കൃപയൊക്കെ വന്നത്. പണ്ടൊക്കെ നല്ല കൃപയായിരുന്നു. ഇപ്പൊ വട്ടുപിടിച്ച കൃപ എന്ന് പറഞ്ഞാൽ ചുമ്മാ ചക്കും ചുക്കും എന്തെങ്കിലുമൊക്കെ പറയും. പണ്ട് അങ്ങനല്ല. പണ്ട് സഹോദരിമാര് ഒരാൾ പ്രസംഗിക്കാൻ ആലയത്തിൽ വന്നാൽ പോലും ഒറ്റ നോട്ടത്തിൽ വിവേചിച്ചിട്ട് പറയും, ഇത് പരിശുദ്ധാത്മാവിലല്ലെന്ന് പറയും. എത്ര അനുഭവം ഇവിടെ ഇരിക്കും. എനിക്കേ ഉള്ളൂ പാരമ്പര്യം കുറവ്. പെന്തക്കോസ്ത് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം പാരമ്പര്യം കൊണ്ട് ചോദിച്ചാൽ മതി, ഇതൊക്കെ സത്യമാണോ? ഇന്നും ഞാൻ ഒരു കാര്യം സഹോദരിമാരെ പൊക്കി പറയുന്നതല്ല, ഒരു കാര്യം തുറന്ന് പറയാം. സത്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാഷന്മാർ പറയും സത്യമാണ്. ഇന്നും നമ്മുടെ വീട്ടുകളിൽ ചില പാഷന്മാരൊക്കെ കയറി വരും. പാഷന്മാരോ ബ്രദർമാരോ ആരെങ്കിലും കയറി വരുമ്പോൾ ചില സഹോദരിമാര് ചെവി വന്നിട്ട് പറയും, അത്ര വെടിപ്പോലെ. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ചുമ്മാ ദൈവാസന്മാരെ കുറിച്ച് ആവശ്യമില്ല ഇവരുമായിട്ട് വഴക്കിടും. മാസം ചിലത് കഴിയുമ്പോൾ ഇവർ പറഞ്ഞതായിരുന്നു സത്യം ഒന്ന് വെളിപ്പെടും. നമ്മൾ വെറുതെ വഴക്കിട്ടു ഇവരുമായിട്ട്. പക്ഷെ ഈ കൃപ ഇവർക്ക് തിരിച്ചറിയാൻ വയ്യ. അതാ ഇവരിത് ഒതുക്കി വെച്ചേക്കുന്നത്. ഈ ഒറ്റ കൃപാവരം നിങ്ങൾ പ്രാപിച്ചില്ലേലും നിങ്ങൾ വിവേചനവരം പ്രാപിക്കും. നിങ്ങൾക്ക് വേറെ ഒരു രോഗശാന്തിയോ ഭൂതശാന്തിയോ ഒന്നും ഇല്ലേലും വേണ്ട, കിട്ടിയ സ്വത്രം മേടിച്ചോ. പക്ഷെ ഇതൊന്നും കിട്ടിയില്ലേലും വിവേചനവരം പ്രാപിക്കണം. ഈ അന്ത്യകാലത്ത് ഏറ്റവും അനിവാര്യം വിവേചനവരം. അത്രയും പറഞ്ഞു വിടുക, ബാക്കി നമുക്ക് ഉപവാസ പ്രാർത്ഥന. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ ഈ പിശാചെന്ന് പറയുന്നവൻ ഒരാത്മാവാണ്. അവനൊരു ശരീരം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു തെളിവും കൂടെ നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു പറച്ചിലുണ്ടല്ലോ, എടീ അറിഞ്ഞോടി സൂസമ്മേ, എന്തുവാടി, എടീ തൂങ്ങിച്ചത്ത സുമതിയുടെ പ്രേതം അപ്പുറത്തെ രമണിയിൽ വന്നു. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പലരുടെയും ചിന്ത ഈ മരിച്ചവരുടെ ആത്മാവെല്ലാം വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടിയും പുകയും പുകച്ച് ഇങ്ങനെ പാട്ടും പാടി എന്നും പറഞ്ഞ് വരുമെന്നല്ലേ? ഇങ്ങനെയാ ചിലരുടെ ചിന്ത. ഈ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടിയായത്. മരിച്ച ആരുടെയും ആത്മാക്കൾ വെള്ളസാരിയും ബ്ലൗസും കൊടുത്ത് സഞ്ചരിച്ച് നടക്കത്തില്ല. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും ആരുടെ ആത്മാക്കള് അങ്ങനെ സഞ്ചരിക്കത്തില്ല, ടൂറിസ്റ്റുമായിട്ട് വരത്തില്ല. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം ദൈവം തുണിക്കച്ചവടം നടത്തുക, വരുന്നവർക്കെല്ലാം വെള്ളം വെള്ളം. ജീവിതത്തിൽ പാട്ട് പാടാൻ അറിയാത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പോഴാ സ്വരവും സംഗതിയൊക്കെ ഇട്ടുകൊണ്ട് പാടി പാടി. കുഞ്ഞേ, ഇതുപോലെ മണ്ടത്തരം വേറെയുണ്ട്. ഇതൊക്കെ നിന്നെ പറ്റിക്കാൻ സീരിയലുകാരുണ്ടാക്കി വെച്ചതാന്ന്. മരിച്ച ആരുടെ ആത്മാക്കൾ വരത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ കണ്ടതോ സുമതി സംസാരിക്കുന്ന പോലെ തന്നെ രമണി ആക്ഷനൊക്കെ കാണി. അതെന്താ കാര്യം പറഞ്ഞു തരാം, ഇങ്ങോട്ട് കേട്ടോ. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഷമീർ, എൻ്റെ സംസാരം, എൻ്റെ ശൈലി, എൻ്റെ ആക്ഷൻ, എൻ്റെ സ്റ്റൈല് ഇതെല്ലാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ലോകത്തിൻ്റെ അന്ധകാര പിശാചും കണ്ടുകൊണ്ടിരിക്കുക. നാളെ ഷമീർ അങ്ങ് മരണപ്പെട്ടെന്നിരിക്കട്ടെ, മരിക്കത്തില്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ലല്ലോ, മരണപ്പെട്ടെന്നിരിക്കട്ടെ, യേശു ഉള്ളവനായതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് എൻ്റെ ആത്മാവ് എവിടെ പോകും? പർദീസയിൽ വിശ്രമിക്കും. ക്രിസ്തു ഇല്ലാത്തവനാകട്ടെ പാതാളം അഥവാ യാതനാ സ്ഥലത്തിലേക്ക് പോകും. ഇതിനപ്പുറത്ത് വേറൊരു ഇടവില്ല, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ ഇവിടെ കള്ളു കുടിച്ചു ദൈവഭയമില്ലാതെ കള്ളും കുടിച്ചു കഞ്ചാവ് അടിച്ചു കറങ്ങി നടക്കുന്ന ഒരു കറിയാച്ചന്റെ ശരീരത്തിൽ ആർക്ക് പ്രവേശിക്കാം? ഈ ഇരുട്ടിന്റെ ആത്മാവായ പിശാചിന് പ്രവേശിക്കാം. കാരണം അവന് ദൈവഭയമില്ല. ഈ ഇരുട്ടിന്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ചട്ടെ, എൻ്റെ സ്റ്റൈലും എൻ്റെ ആക്ഷനും കാണിച്ചിട്ട് പറയുക, ഞാൻ ഷമീർ കൊല്ലം. അപ്പൊ നിങ്ങളെന്ത് പറയും? കണ്ട സ്റ്റേജിൽ ഇന്നലെയും ഇങ്ങനെ തന്നെ ആയിരുന്നു, കണ്ണൊക്കെ കണ്ട, കൈയൊക്കെ വരുന്ന. അപ്പൊ കാട്ടുതീ പോലെ പടർന്നു. ഷമീർ പാഷിന്റെ പ്രേതം കറിയാച്ചനി വന്നു. സത്യത്തിൽ ഞാനാണോ? അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ആരാ? പിശാചാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉപദേശിമാര് പറയുന്നത്, 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടോ? ഇങ്ങോട്ട് താ, ഞങ്ങൾ താമസിച്ച് കാണിക്കാം, പ്രാർത്ഥന നടത്തി കാണിക്കാം.
അണ്ട 5 കല്ലറയുള്ളൊരു വീട് കൊടുക്കാനിട്ടേക്കുന്ന ആർക്കും വേണ്ടാന്ന്. 10 കല്ലറ ഉണ്ടെങ്കിലും ചുളു വിലക്ക് കിട്ടിയാൽ ഇപ്പോഴേ അടിച്ചെടുത്തോണം, ഒരു രക്ഷയുമില്ല. കാര്യം എന്താ? ഇതിന്റെയൊക്കെ പിറകിലാരാ? പിശാച്. ആ പിശാചിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇവിടെ ഉണ്ടെങ്കിൽ അത് ദൈവ കുഞ്ഞുങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമുക്കതിൽ ഭയമില്ലെന്ന്. ആമേൻ. മനസ്സിലായോ കാര്യം? ഇതൊക്കെ സ്വോത്രം പറയും. പക്ഷെ വെള്ളിയാഴ്ച അച്ചാൻ ഇച്ചിരി താമസിച്ചാൽ വിളി തുടങ്ങും, എവിടെ അച്ചാച്ച സന്ധ്യയായിരുന്നു. പേടിക്കണ്ടെന്ന്. സ്തോത്രം. അപ്പൊ നോക്കണം, ഈ ഇരുട്ടിന്റെ ആത്മാവായിരിക്കുന്ന വെട്ടുകൊണ്ട് വീണവൻ, ആമേൻ, ഈ പിശാച് നോക്കിയപ്പോൾ ദൈവം തന്റെ 2 മനുഷ്യരെ തന്നെ ആരാധിപ്പാനായി തോട്ടത്തിൽ തന്നോടൊപ്പമാക്കി വെച്ചിരിക്കുക. ആദാം ഹവ്വ. തന്നെ വെട്ടിയിട്ട ദൈവത്തിങ്കൽ നിന്ന് ഈ മനുഷ്യനെ അകറ്റിക്കളയുവാൻ പിശാചിന്റെ പദ്ധതിക്ക് അവിടെ ആരംഭം കുറിച്ചു. ആമേൻ. ശ്രദ്ധിക്കണേ. ആമേൻ. മനുഷ്യനെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റുക, ഇതായിരുന്നു അവന്റെ പദ്ധതി. ആമേൻ. നോക്കണം. ആമേൻ. സൃഷ്ടാവായ ദൈവത്തോട് ഒന്നിച്ച് വസിക്കുവാൻ, ആമേൻ, തോട്ടത്തിലായിരുന്ന മനുഷ്യനെ തെറ്റിക്കുവാൻ, ആമേൻ, കാട്ടുജന്തു തോട്ടത്തിൽ കയറി. ആ പാമ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരനാണ്. അപ്പൊ പാമ്പ് കാട്ടുജന്തു എന്ന് തിരുവചനത്തിൽ സാക്ഷി. ആമേൻ. കാട്ടുജന്തുവായ പാമ്പിനെ തിരഞ്ഞെടുത്തു, അവന്റെ ശരീരം ഉപയോഗിച്ചു, തോട്ടത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി. ഔവ്വ അമ്മച്ചിയോട് കൊച്ചു വർത്താനം, അമ്മച്ചി എന്നാ ഉണ്ട്? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടാ. കൊച്ചു വർത്താനം പെന്തക്കോസ്തുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഗൗരവമുള്ള ഒരു സന്ദേശം ഞാൻ അതിനിടയ്ക്കൂടെ പറയാം. ആമേ. തന്ത്രപൂർവം ഈ പിശാച് നുഴഞ്ഞു കയറി. മണവാട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ഹൗവ, ആമ, ഇടയന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആദാം, ആലങ്കാരികമായിട്ട്. കാരണം ആദാമിനെ 2 ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നു. 1 തോട്ടത്തിൽ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. അതിനൊരു മർമ്മമുണ്ട്. എന്താ ഈ തോട്ടം? ഉത്തമഗീതം 4:12. എന്റെ കാന്ത കെട്ടിയടക്കപ്പെട്ട ഒരു തോട്ടം. ദൈവസഭയാകുന്ന മണവാട്ടിക്ക് നിഴലായി ആമെ അവിടെ ഹൗവ ഇരിക്കുമ്പോൾ സഭ ഒരു തോട്ടമെന്ന് ആമെ ആലങ്കാരിക ഭാഷയിൽ എഴുതിയിരിക്കുന്നു. തോട്ടത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്ന ഇടയന് 2 ജോലി: തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. ഒരു ദൂത് ഞാൻ പറയാം. ആമേ. കാട്ടുജന്തു തോട്ടത്തിൽ കയറി മണവാട്ടിയോട് കൊച്ചുവർത്താനം പറഞ്ഞ് ദുർവ്യാഖ്യാനം നടത്തി ദൈവം പറഞ്ഞതിന് വിപരീതമായി സംസാരിച്ച് മണവാട്ടിയെ വഞ്ചിച്ചപ്പോൾ എന്റെ ചോദ്യം, കാവൽക്കാരൻ എവിടെ പോയി? ആമേൻ. കാവൽക്കാരൻ എവിടെ പോയി? അതുകൊണ്ട് ഒരു ദൂത് ഞാൻ ദൈവമക്കൾക്ക് കൈമാറാം. കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തു തോട്ടത്തിനകത്ത് കയറും. മനസ്സിലായോ? മണവാട്ടിയെ തെറ്റിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കാവൽക്കാരൻ ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആമേ. കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ കാട്ടുജന്തു അകത്തു കയറും. അതിന് വിശ്വാസി മൂക്കും മുഞ്ഞും വീർപ്പിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. കാവൽക്കാരൻ സ്ട്രോങ് ആയിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ആ പദത്തിൽ പൗലോസിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ആ പറഞ്ഞൊരു ആണത്വത്തിന്റെ വാക്കാ, ഞാൻ പോയ ശേഷം. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇരിക്കുന്ന കാലത്തോളം വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന ഒരെണ്ണത്തെ ഇതിനകത്ത് കയറ്റത്തില്ലെന്ന തന്റെ ഇടത്തിന്റെ വാക്ക് പൗലോസ് പറഞ്ഞു. ഈ തീരുമാനം ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാരും എടുത്തിരുന്നെങ്കിൽ ഇന്ന് സഭ ഇത്രയധികം ഈ ഗതി ഇന്ന് സഭ അനുവദിക്കത്തില്ലായിരുന്നു. ഓരോ ലോക്കൽ സഭ കളി ഈ സഭയിൽ അനുവദിക്കത്തില്ലെന്ന് ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാരും പറയാനുള്ള തന്റെ ഇടം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരുപദേശങ്ങൾ മുഴുവൻ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറത്തില്ലായിരുന്നു. മനസ്സിലായോ? ഇതൊന്നും പറയുന്ന ആർക്കും ഇഷ്ടമല്ല. സഭയുടെ ഇടയൻ നന്നായി ഭരിക്കുന്ന മൂപ്പനെന്നാണ് എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം സഭ. മൂപ്പന്റെ കൊങ്ങായ്ക്ക് പിടിക്കുന്നവനെയൊക്കെ അടിച്ചു വെളിയിൽ കളയണം. ഇതൊക്കെ അകത്ത് പറയേണ്ടതാ. പിന്നെ ഞാൻ ഇപ്പൊ തൊട്ടുവിട്ടെന്നേ ഉള്ളൂ, തിരിച്ചു വരാം. അപ്പോൾ കാട്ടുജന്തു തോട്ടത്തിനകത്ത് നുഴഞ്ഞു കയറി കൊച്ചു വർത്താനം പറഞ്ഞു. കാവൽക്കാരനെ കാണുന്നില്ല. മനസ്സിലായോ? ഇനി ഇവൻ പ്രയോഗിച്ചൊരു തന്ത്രം എന്താ? വാസ്തവത്തിൽ ഇത് തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യചിഹ്നം വിട്ടുകൊടുത്തു. ഇന്നും ഈ ചോദ്യചിഹ്നമായി അന്ന് പഴയ പാമ്പ് ചോദിച്ചു, ആമേ, എന്താ വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് പുതിയ പാമ്പ് ചോദിക്കുന്നു, ആമേ, തലയിൽ മൂടുപട വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദ്യചിഹ്നം. ആമേ, യേശു രഹസ്യത്തിൽ വരുമെന്ന് വാക്യമുണ്ടോ? ചോദ്യചിഹ്നം. മധ്യാകാശം എന്നൊരു പദം എവിടെങ്കിലും ഉണ്ടോ? ചോദ്യചിഹ്നം. ഇങ്ങനെ ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് വരുന്നത് ആ പഴയ പാമ്പിന്റെ പുതിയ വെർഷനാണ്. ആമേൻ. എന്നാ മിണ്ടാത്തയാരും? പഴയ പാമ്പിന്റെ പുതിയ വെർഷൻ 2019 പുതിയ ഇറങ്ങിയിരിക്കുന്നത്. ചോദ്യചിഹ്നം വിട്ടുകൊണ്ട് വർഷങ്ങളോളം പഠിച്ചു വെച്ചതും അറിഞ്ഞു വെച്ചതുമായ വിഷയത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഇത് തന്നെയാ തോട്ടത്തിൽ നടന്നത്. ദൈവം ഓൾറെഡി അവരോട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയൊരു കാര്യത്തിൽ ഇനി എന്തിനാണ് സംശയം?
ഞാൻ പറയട്ടെ, ഈ അടുത്തടുത്ത് ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാം. ആളുകൾ ചോദിക്കുന്നു, മധ്യാകാശം എവിടെ, മണിപ്പന്തൽ എവിടെ, മേഘത്തിൽ ഇരിക്കുമെന്ന് എവിടാണ് വാക്യം? പറയാം. ആമേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ, ജീവനോടിരിക്കുന്നവർ പിമ്പേ, ഇങ്ങനെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന പദം അവിടെ ഉള്ളത് കൊണ്ട് പിതാക്കന്മാർ പറഞ്ഞു മേഘങ്ങളിൽ ഇരിക്കുമെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? തൊട്ടടുത്ത വാക്യം, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് പിതാക്കന്മാർ അങ്ങനെ ഒരു വാക്ക് എന്ത് ചെയ്തു? പ്രയോഗിച്ചു. അതിന് തെറ്റെന്താ? ഇനിയിപ്പോ മേഘങ്ങളിലല്ല ഇരിക്കുന്നതെന്ന് ആയിക്കോട്ടെ, വേണ്ട. കർത്താവ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സഭ ഇരിക്കും. അതിന് ഇണവാക്യം ഉണ്ടോ? ഉണ്ട്. യോഹന്നാൻ 14 പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ യേശു എവിടാണോ ഇരിക്കുന്നത് അവിടെ. അതിപ്പം മരച്ചുവട്ടിലാണ്, ഞങ്ങൾ അവിടെ ഇരിക്കൂടോ. യേശു ഇരിക്കുന്ന റോഡിലാണ്, ഞങ്ങൾ അവിടെ ഇരിക്കും. യേശു മധ്യാകാശത്തിലാണെങ്കിൽ അവിടെ ഇരിക്കും. യേശു എവിടാണോ ഇരിക്കുന്നത് അവിടെ ഞങ്ങൾ ഇരിക്കും. മണവാട്ടി ഇരിക്കും, സഭ ഇരിക്കും. ആമേൻ. അതിനി പ്രത്യേകിച്ച് മധ്യാകാശം എന്ന വാക്യം വേണമെന്ന് പറഞ്ഞാൽ പുകവലിക്കരുത് എന്ന വാക്യം ഉണ്ടോ? പുകവലിക്കരുത് എന്ന് വചനമുണ്ടോ? ഈ പറയുന്നവരുടെ ചർച്ചിൽ എല്ലാവരും പുകവലിപ്പിക്കും, വാക്യമില്ലല്ലോ. എന്നാ മിണ്ടാത്ത? ആമേൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്ന, ചോദ്യചിഹ്നങ്ങൾ ഇടുന്ന, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഇതൊന്നും കേൾക്കാനിരുന്നാൽ, ഹവ്വ കുത്തിയിരുന്ന് കേട്ടതുപോലെ കുത്തിയിരുന്ന് കേട്ടാൽ വഞ്ചിക്കപ്പെടും, തെറ്റിപ്പോകും. ആമേൻ. പറഞ്ഞ് കേട്ടാ നല്ലത്, നിത്യത വേണമെങ്കിൽ. ആമേൻ. ആവശ്യമില്ലാത്ത നമ്മുടെ അപ്പച്ചന്മാർക്ക് എഴുത്തും വായനയും അറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വചനത്തിന്റെ പൊരുൾ തിരിച്ചു കിട്ടിയത് ഹീബ്രുവും അരാമ്യം പഠിച്ചിട്ട് വന്നവർക്കല്ല. സ്കൂളിന്റെ പടി പോലും കാണാത്ത, എഴുത്തും വായനയും അറിയാത്ത പാവപ്പെട്ട പിതാക്കന്മാർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടിയത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടാ അവര് പൊട്ടന്മാരെ പോലും ഇത് പഠിപ്പിച്ചത്. ആമേൻ. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും കേട്ട് തെറ്റരുത്. ഇവിടെ പഴയ പാമ്പ് എന്ത് ചെയ്തു? ഹവ്വ അമ്മച്ചിയോട് വന്ന് പറഞ്ഞു, ഇത് വാസ്തവമായി കഴിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ആ ചോദ്യചിഹ്നം ഇട്ടപ്പോ അമ്മച്ചി ഒന്ന് കിടുങ്ങി. അമ്മച്ചി പറഞ്ഞു, തുടരുതെന്ന് വരെ, പറയാത്തത് വരെ പറഞ്ഞു. ദൈവം തുടരുതെന്നോ കഴിക്കരുതെന്നേ പറഞ്ഞുള്ളൂ. അമ്മച്ചി ഒരു വാക്കും കൂടെ കയറ്റി പറഞ്ഞു, തുടരുതെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. കണ്ടോ വെപ്രാളം കൊണ്ട്? ഒടുവിലെത്തി ചെയ്തു, പിശാച് പറയുന്നു, ഇത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് ഹവ്വ. പിശാച് പറഞ്ഞു മരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും. പിശാച് പറയുന്നു മരിക്കില്ല നിശ്ചയം. നിങ്ങളെല്ലാം വിശ്വാസികളാണ്. വിശ്വാസികളല്ലാത്ത ഒരാളോട് ഞാൻ ചോദിക്കുക, ഇത് വിശ്വാസി അല്ലാത്ത ഒരാളോട് ചോദിക്കുക. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും, പിശാച് പറഞ്ഞു മരിക്കില്ല നിശ്ചയം. ഓക്കെ, ഇത് വിശ്വാസി അല്ലാത്ത ഒരാളോട് ഞാൻ പറയാണ്, സഹോദര, ഹവ്വായോട് ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും, പിശാച് പറഞ്ഞു മരിക്കില്ല നിശ്ചയം. ഇപ്പൊ സഹോദരൻ ഒന്ന് വായിച്ചു നോക്കിയേ. സഹോദരനെടുത്ത് വായിച്ചു, വിശ്വാസിയല്ല. പുള്ളി വായിച്ചിട്ട് പറയാം, അവര് തിന്നു, മരിച്ചില്ലല്ലോ. അപ്പൊ ആര് പറഞ്ഞാ നടന്നേ? നിങ്ങൾ വിശ്വാസിയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരവിശ്വാസി ഇത് വായിക്കുക. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ ആ ദിവസം മരിക്കും, പിശാച് പറഞ്ഞു മരിക്കില്ല നിശ്ചയം. വിശ്വാസി അല്ലാത്തവൻ വായിച്ചിട്ട് പറയും, മരിക്കുമെന്ന് പറഞ്ഞു. അവര് മരിച്ചോ? ഇല്ല. മരിക്കില്ല നിശ്ചയം എന്ന് ആര് പറഞ്ഞു? പിശാച്. അതെന്ത് ചെയ്തു? നടന്നു. അപ്പൊ ആര് പറഞ്ഞു അവിടെ നടന്നേ? പിശാച് പറഞ്ഞു. അപ്പം ഈ ദുർവ്യാഖ്യാനം കൊണ്ടുവരുന്നവൻ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് തോന്നും. നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? ഈ പിശാച് പറഞ്ഞതാണല്ലോ സത്യമെന്ന് നമുക്ക് എന്ത് ചെയ്യും? തോന്നും. അതാ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാനിരുന്നാൽ, ഇച്ചിരി നേരം കേട്ടോണ്ടിരുന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇയാള് പറഞ്ഞതാണല്ലോ. കേറുന്നുണ്ടോ തലേ? അതൊരു വഞ്ചനയാണ്, അതൊരു ചതിയാണ്. പുതിയ നിയമസഭ ഈ ചതി നേരിടുമെന്ന് പൗലോസ് കൊരിന്ത് സഭയോട് പറഞ്ഞിട്ടുണ്ട്. സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇനിയെങ്കിലും തിരിച്ചറിയണേ നിങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ചെവി കൊടുക്കരുത്. ആമേൻ. ഞാൻ പറയാം, നിങ്ങൾ മരിക്കില്ലെന്ന് പറഞ്ഞ് പിശാച് പറഞ്ഞത് നടന്നല്ലോ എന്ന് ഒരു വാദത്തിന് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഒരു ആത്മീയ മറുപടി ഉണ്ട്. അവിടെ മരണം നടന്നോ? നടന്നു. എന്ത് മരണം? ആത്മീയ മരണം. എന്തുവാ ഈ ആത്മീയ മരണം? പറയാം. ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവർക്കൊരു പദവി ഉണ്ടായിരുന്നു. ആ പദവിയെ കുറിച്ച് ലൂക്കോസ് എഴുതിയത് ഇങ്ങനെയാ: ആദാം ദൈവത്തിന്റെ മകൻ. ദൈവത്തോട് ഒന്നിച്ചു വസിക്കാൻ പുത്രത്വം എന്ന പദവിയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ പാപം അകത്ത് കയറിയപ്പോൾ
പുത്രത്വം നഷ്ടപ്പെട്ടു. ദൈവത്തോട് ഒന്നിച്ച് വസിക്കുന്നതിനെയാണല്ലോ നമ്മൾ നിത്യത എന്ന് പറയുന്നത്. ഇനി പോകാനിരിക്കുന്ന ആരുടെ വസിക്കാനാ? ദൈവത്തോടു കൂടെ. തോട്ടത്തിൽ മനുഷ്യൻ ആരുടെ കൂടെ ആയിരുന്നു? ദൈവത്തോട്. അതുകൊണ്ടാ പണ്ഡിതന്മാർ ബൈബിളിനെ നിത്യത മുതൽ നിത്യത വരെ എന്ന് പറയാൻ കാരണം. മനുഷ്യൻ ആരുടെ കൂടെയായിരുന്നു? ദൈവത്തോടൊന്നിച്ച്. ഏത് പദവിയിലായിരുന്നു? പുത്രത്വം എന്ന പദവിയിൽ, മകൻ എന്ന പദവിയിൽ. എന്നാൽ പാപമകത്ത് കയറിയപ്പോൾ നഷ്ടപ്പെട്ടത് എന്താ? വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു, പുത്രത്വം. ഏദനിൽ നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശു ക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന ദൈവിക പദ്ധതിയുടെ പേരാണ് ഇന്ന് രാത്രി മുഴങ്ങിക്കേൾക്കുന്ന സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കണം, പുത്രത്വം നഷ്ടപ്പെട്ടു. മനുഷ്യന്റെ അകത്ത് പാപം കയറി. പാപം മോചിപ്പിക്കാൻ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്ന വായിച്ചത്. അവിടെ ഒന്ന് എത്തിച്ചിട്ട് ബാക്കി ആ നാളത്തേക്ക് വെക്കാം. 5-10 മിനിറ്റ് നിങ്ങളെ വിടാൻ വിഷമിക്കണ്ട. ശ്രദ്ധിച്ചു? ആമേൻ. നോക്കുക, പുത്രത്വം നഷ്ടപ്പെട്ടു. മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? ഓ, തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കിയെന്നും പറഞ്ഞപ്പോ എന്തോ നഷ്ടപ്പെടാനാ? നഷ്ടപ്പെട്ടത് തോട്ടത്തിലെ വാസം മാത്രം. ഇവിടെയാണ് ഒരു ചിന്തയ്ക്ക് വകയുള്ളത്. ഷമീറെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെന്നും ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചെന്നും അവര് പാപം ചെയ്തെന്നും ഇതൊക്കെ നീ പണ്ട് വിശ്വസിച്ചിരുന്ന പുസ്തകത്തിലും ഇല്ല, ഉണ്ടായിരുന്നില്ലേ? പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപ നിമിത്തം സർവ മനുഷ്യരും പാപികളായെന്നാണ് ബൈബിളിന്റെ പഠിപ്പിക്കൽ. പക്ഷെ ഞാൻ മുമ്പ് പഠിച്ച അങ്ങനല്ല. ആദാമും ഹവ്വായും പാപം ചെയ്തത് വരെ സമ്മതിച്ചു. അടുത്തത്, ദൈവം കരുണയുള്ളവനും ഏറെ പൊറുക്കുന്നവനുമായതുകൊണ്ട് ആദാമിന്റെയോ ഹവ്വയുടെയും പാപത്തെ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം പൊറുത്തു കൊടുത്തു എന്നാണ് ഞാൻ പഠിച്ചത്. അതിലിപ്പോ എന്താ ഇത്ര കുഴപ്പം? പറയാം. ആമേൻ. പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് അവസാനിച്ചെങ്കിൽ, ആമേൻ, ചോദ്യം, രോഗം മാറിയാൽ രോഗലക്ഷണം മാറണ്ടേ? കിഡ്നിക്കാണ്. അങ്ങനെയാണ് നീര് എന്ത് ചെയ്യണം? മാറണോ വേണ്ടയോ? മാറണം. വയറ്റിനകത്ത് ഈ വേസ്റ്റ് ഒക്കെ അടിച്ചു കൂടുന്ന ഒരു സഞ്ചി ഉണ്ടല്ലോ, അത് നിറഞ്ഞു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു, സഞ്ചി എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ വേദന എന്ത് ചെയ്യണം? മാറണ്ടേ? മാറണം. രോഗം മാറിയാൽ രോഗലക്ഷണം മാറണമെന്നാണെങ്കിൽ പാപം മാറിയാൽ പാപ സ്വഭാവവും അവിടെ തീരണം. തീർന്നോ? അതേ പുസ്തകം പറയുന്നു അടുത്ത തലമുറയായ കയീനും ഹാബേലും കൂടപ്പുറപ്പ് ഒരുത്തനെ കൊന്നു. അപ്പൊ രോഗം മാറിയിട്ടും ലക്ഷണം മാറിയില്ല. പാപം പൊറുത്തു കൊടുത്തിട്ടും പാപ സ്വഭാവം പൊറുക്കപ്പെട്ടില്ല ഇന്നും. ആമേൻ. ഇനി രണ്ടാമത്തെ ചിന്ത, ഒരു വാദത്തിനു വേണ്ടി അവരുടെ പാപം തോട്ടത്തിൽ വെച്ച് തന്നെ അങ്ങ് പുറത്തു കൊടുത്തെന്നിരിക്കട്ടെ, ഒരു വാദത്തിനു വേണ്ടി. അങ്ങനെയാണെ അടുത്ത ചോദ്യം, പിന്നെന്തിനാ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയേ? പാപം പുറത്ത് കിട്ടിയെങ്കിൽ അവര് പാപമില്ലാത്ത പഴയ അവസ്ഥയിലായില്ലേ? പഴയ അവസ്ഥയിലാണെങ്കിൽ അവർക്ക് ദൈവത്തോടുകൂടെ വസിക്കാലോ. പിന്നെന്തിനു പുറത്താക്കി? ആമേൻ. രണ്ടിനും ഒറ്റ ഉത്തരേ ഉള്ളൂ, പാപം അവിടെ വെച്ച് തീർന്നില്ല. അതാണ് ബൈബിൾ പറയുന്നത്. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം മാനവജാതി എല്ലാം പാപികളായി. അതുകൊണ്ടാ
മലബാറിലും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കവലയിൽ പ്രസംഗിക്കാൻ ഇറങ്ങി നിൽക്കുമ്പം ഞങ്ങൾ ഇങ്ങനെ പരസ്യയോഗത്തിൽ പാടും, അദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ആദാമ്യ പാപം നിമിത്തം പാപികളായി മനുഷ്യർ മുഴുവൻ. ഇവിടെ 1, 2, 3 എന്ന ചില ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ് വാക്കുകൾ വിരാമം കുറിക്കാം. 1, ചില ആളുകൾ ചോദിക്കും മനുഷ്യൻ പാപിയാണ്. ഒന്ന് ചുമ്മാ പോടി, മനുഷ്യൻ പാപിയൊന്നുമല്ല. ഇവന്മാരിങ്ങനെ തൊണ്ട കീറി മനുഷ്യൻ പാപിയാ പാപി. ഓ, മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി കല്ലേലിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം കല്ലേലി പാപി ഉണ്ടോ ഇല്ലയോ. ദൂരൊന്നും പോണ്ട. ആമേൻ. പൂട്ടിട്ടെന്നാ കാര്യം? 1 വലിച്ച് 2 വലിച്ചു 3-ാമത്തെ വലിച്ചാ അവൻ വീട്ടിൽ പോന്ന എന്നിട്ട് ഉറക്കമുണ്ടോ? മനുഷ്യൻ പാപിയാടോ? അടുത്തൊരു ചിന്ത ചിലർ പറയും, അങ്ങനെയുള്ളവർ കാണും, പക്ഷേ ഞാൻ ഇന്നുവരെയും ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാപിയല്ല. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഒരു മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ട്, ഇന്ന് വരെ ആ പാമ്പ് ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്നും പറഞ്ഞ് ഉമ്മ കൊടുക്കാൻ ചെന്നാൽ വിവരം അറിയും. ഇന്ന് വരെ കടിച്ചിട്ടില്ലാത്തോണ്ട് വിഷമില്ലെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ാത്തത് കൊണ്ട് പാപമില്ലെന്ന് അർത്ഥമുണ്ടോ? തക്ക സമയത്ത് അത് പുറത്തു വരും. അതിന്റെ തെളിവാണ് ഇന്നലെ വരെ മാന്യന്മാരായി നടന്ന പലരും ഇന്ന് സർക്കാരിന്റെ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാൻ കാരണം ഇന്നലെ വരെ മാന്യന്മാരായി ജീവിച്ചതാ. കണ്ടോ, കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഒരു ജോളി സമൂഹത്തിൽ മാന്യതയോടെ ജീവിച്ചതാ. ഇപ്പൊ ജോളി ബോളി അകത്ത് കിടന്നു. ആമേൻ. പിടികിട്ടിയോ? സമയമാകുമ്പോ പുറത്തു വരും. എല്ലാ മനുഷ്യന്റെ അകത്തും പാപമെന്ന വിത്ത് കിടപ്പുണ്ട്. ആദാമ്യ പാപത്തിന്റെ വിത്ത് മനുഷ്യന്റെ അകത്ത് കിടപ്പുണ്ട്. ഇനിയും വേണോ തെളിവ്? പണ്ട് കാലത്ത് നമ്മൾ ഇവിടുത്തെ അമ്മമാരോട് ചോദിക്കുക, മാർക്കറ്റിൽ പോകുമ്പോൾ വീട്ടിലെ പെങ്കൊച്ചിനെ അയലത്തെ വീട്ടിൽ കൊണ്ട് നിർത്തിയച്ച് പറയും, സൂസമ്മയെ കൊച്ചു പിടിയിരിക്കട്ടടി, ഞാൻ മാർക്കറ്റ് വരെ പോയിട്ട് വരാമെന്ന്. ശരിയല്ലേ? എന്നാൽ ഇന്നോ സ്വന്തം അപ്പന്റെ അടുക്കൽ പെങ്കൊച്ചിനെ ഇരുത്തിയച്ച് മാർക്കറ്റ് വരെ പോകാൻ ഇവിടെ പല അമ്മമാർക്കും ധൈര്യമില്ല. മനുഷ്യൻ പാപിയല്ലടോ. ഈ അടുത്ത കാലത്ത് കോട്ടയം പട്ടണത്തിന്റെ മതിലിലെങ്ങാണ്ട് ഒരാൾ എഴുതി വച്ചിരിക്കുന്നു, മനുഷ്യൻ പാപിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ആരും മനുഷ്യനെ പാപി എന്ന് വിളിക്കരുത് എന്ന് ബോധിനിക്ക് ബോധ്യപ്പെട്ടു മനുഷ്യൻ പാപിയല്ലെന്ന്. എവിടെ? കോട്ടയത്ത് ഒരു കന്യാസ്ത്രീയുടെ മൃതശരീരം കോട്ടയത്ത് പള്ളി സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കി അവസാനത്തെ പിടി മണ്ണും വാരിയിട്ട് ആളുകൾ പിരിച്ചു മിനിറ്റുകൾക്കകം ആ മൃതശരീരം പുറത്ത് മാന്തി എടുത്തു വെച്ച് അതിനെ പീഡിപ്പിച്ചവൻ അറസ്റ്റിലായ കോട്ടയം ജില്ലയിൽ ബോധിനിക്ക് ബോധിച്ചു പോലും മനുഷ്യൻ പാപിയല്ലെന്ന്. ബോധമുണ്ടോടോ നിനക്ക് ബോധിനി? ആമേൻ. മനുഷ്യൻ പാപിയാണ്. വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പൊ അത് ശരിയാ. അപ്പൊ ഡിഗ്രി ഉള്ളവർക്കും മറ്റൊരു സംശയം. എന്താ? ഉപദേശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി, പക്ഷെ ഒരു ചെറിയ സംശയം. എന്താ? ഈ ആദാമും ഹവ്വായും പാപം ചെയ്തത് സമ്മതിച്ചു, അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാവുന്നേ? ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? നിരപ്പിക്കാം. ആദാമും ഹവ്വായും പാപം ചെയ്തു, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പാപിയാകും? പറയാം. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ ചോരക്കുഞ്ഞ് എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് തൊട്ടിലേക്ക് കിടന്ന് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞു രോഗിയായേ? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ അനുഭവിക്കുന്നു. ഡിഗ്രിക്ക് നിരക്കുന്നു, സയൻസിന് നിരക്കുന്നു, യുക്തിക്ക് നിരക്കുന്നു, ആർക്കും പണക്കയില്ല. അതെങ്ങനെ വന്നു? ഒറ്റ മറുപടി, രക്തത്തിലൂടെ വന്നു. ആണല്ലോ.
അല്ല, അതും ഇതുമായിട്ടെന്തോ ബന്ധം പറയാം. ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്ക് വരും? വായിച്ചുകൂടെ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. എങ്ങനെ മറ്റു മനുഷ്യരിലേക്ക് പാപം വരും? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഒന്നുകൂടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തൻ അഥവാ ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കണ്ടോ? കേട്ടോ? അമ്മദൂട്ടി കേട്ടോ? നാരായണൻ കേട്ടോ? കറിയാച്ചൻ കേട്ടോ? ആമേ. ഭൂതലത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരുത്തൻ അഥവാ ആദാം എന്ന ഏക രക്തത്തിൽ നിന്നാണ് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ചത്. ഈ ഉപദേശം എന്തോ പറയുന്നത്? കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നോ? ആന്നേ. അതെങ്ങനെ തെളിയിക്കാമോ? തെളിയിക്കാം. നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കണം, ചെറിയ കുപ്പി. 4 മൃഗങ്ങളുടെ രക്തം അതിലെടുക്കണം. ഒന്നിൽ ആട്, ആന, പോത്ത്, പശു. ഇവിടെ പശു എന്നൊക്കെ പറയാവോ? കുഴപ്പമില്ല. 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം അടുത്ത മെഡിക്കൽ ലാബിൽ കൊടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ആന, പോത്ത്, പശു. ശരിയാണോ? പറ. ശരിയാ. വീണ്ടും 4 ബോട്ടിൽ അടിക്കണം കേട്ടോ. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത പള്ളിയിലെ അച്ഛന്റെ രക്തം, ഇനി ഒന്നിൽ അടുത്ത ജമാഅത്തിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ ഇവിടുത്തെ ഉപദേശിയുടെ രക്തം. അതേ ലാബി കൊടുക്കണം. ഏതെങ്കിലും പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുവോ? മൂല ഇരിക്കുന്ന ഞാൻ മുസ്ലിയാരുടെ തരുവോ? ആണ്ട് അറ്റത്ത് വച്ചിട്ടുണ്ട് പാതിരിയുടെ തരുവോ? ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കുക, അതവിടെ നിൽക്കട്ടെ. ഇത് ഹിന്ദുവിന്റെ സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പുറപ്പിന്റെ കഴുത്തെറുക്കാനും കയ്യും കാലും വെട്ടാനും മടിയില്ലാത്തൊരു തലമുറ ഇവിടെ എഴുന്നേറ്റെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ: നീ പാപത്തിലാണ്. ആമേൻ. ഞങ്ങളിലും ഉണ്ടായിരുന്നു ഈ പാപം. അന്ന് ഞങ്ങൾക്കും കാവി കൊടുത്തവനെന്നും RSS എന്നൊക്കെ കേട്ട പല്ല് കടിച്ചിരുന്നവരാന്നേ ഞങ്ങളും. പക്ഷെ ഇന്നതല്ല. ഇന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാവി ഉടുത്തവനെ കണ്ടാലും തൊപ്പിയിട്ടവനെ കണ്ടാലും തോളെ പിടിച്ച് സഹോദര, എന്തുവാ പേര്? സുരേഷ്. എന്തുവാ ജോലി? ഇലക്ട്രിക്കാ. സുഖമായിട്ടിരിക്കുന്നോ? ശരി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ദൈവം അനുഗ്രഹിക്കട്ടെ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്താ അതിന്റെ കാരണം? അകത്തു നിന്ന് പാപം പുറത്തുപോയി. ആമേൻ. അതുകൊണ്ടാ നമ്മുടെ നാട്ടിൽ ചിലർ ചോദിക്കത്തില്ലേ, യവനൊന്നും നാണവമാനം ഇല്ലാത്തവന്മാരാടേ. എന്തുവാ? അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും പിന്നെ വലിഞ്ഞു കയറി വരുവാ, പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞ് നാണമില്ലാത്തവന്മാര് പറയാറില്ലേ? സ്നേഹിത, നീ അടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും ആട്ടിയാലും പിന്നെയും വലിഞ്ഞു കയറി നിന്റെ വീട്ടിൽ നാണമില്ലാതെ വരത്തില്ലേ? എന്താ കാര്യമെന്ന് നിനക്കറിയാമോ? നീ എന്റെ കൂടപ്പിറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. നീ എന്റെ അപ്പന്റെ സൃഷ്ടിയാണെന്നും നീ എന്റെ സഹോദരനാണെന്നും നീ കള്ളു കുടിച്ച് നടക്കുന്നതും നിന്റെ കുടുംബ സമാധാനമില്ലാതിരിക്കുന്നത് കാണുമ്പോൾ സഹോദരനായ എന്റെ ഹൃദയത്തിന് വേദനയുള്ളത് കൊണ്ട്, അതുകൊണ്ടാ നിന്റെ അടുക്ക നാണം കെട്ടു വരുന്നേ. ആമേൻ. ജാതിയും മതമൊന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് ഈ പുസ്തകം മാത്രമല്ല, ഈ ലോകവും നമ്മളെ പഠിപ്പിച്ചു. 2 പ്രളയം നമ്മളെ പഠിപ്പിച്ചു. എന്നിട്ട് പഠിച്ചോ മനുഷ്യൻ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എന്റെ പറമ്പിലോട്ട് ഒഴുകുന്നതെന്ന് ചോദിച്ച കുഞ്ഞമ്മ. ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാ മതി ഈശ്വര എന്ന് നിലവിളിച്ചു. എന്നിട്ട് പഠിച്ചോ മനുഷ്യൻ? വിശപ്പ് മൂത്ത് 1 ഗ്രാം മഞ്ഞപ്പൊടിയും 1 കിലോ പഞ്ചസാരയും മോഷ്ടിച്ചെന്ന പേരും പറഞ്ഞ് കൂടപ്പിറപ്പായ മനുഷ്യനെ, മധു എന്നൊരു ചെറുപ്പക്കാരനെ പട്ടിയെപ്പോലെ തല്ലിക്കൊന്ന കേരളത്തിന് വിശപ്പിന്റെ വില എന്താണെന്ന് തമ്പുരാൻ പഠിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലുള്ളവൻ 1 കഷ്ണം ബ്രെഡിന് വേണ്ടി നിലവിളിച്ചു. എന്നിട്ട് പഠിച്ചോ മനുഷ്യൻ? വെള്ളം ഇറങ്ങിയപ്പോൾ അവൻ അതിരും വെച്ചു.
ആമേൻ. അന്യർ ഈ വീട്ടിൽ കയറരുത്. രക്ഷിക്കാൻ വന്നത് വല്ലയിടത്തും കിടന്ന് മീൻപിടുത്തക്കാര്. പഠിച്ചോടോ. അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചുപോയി. കിഡ്നി തരാൻ വന്നത് അപ്പുറത്തെ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാര്. വേണ്ടാന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടോടോ? ഉണ്ടോ? എന്ത് ജാതി, എന്ത് മതം, മനുഷ്യനാകണം. ആമേൻ. അതുകൊണ്ടാ ഈ പള്ളിയുടെ പ്രത്യേകത, ഈ സഭയുടെ പ്രത്യേകത. ഇതിനകത്ത് നാരായണൻ കുട്ടിയും മുഹമ്മദ് കുട്ടിയും ഷമീറും ഗോപാലനും സിയാദും നാരായണനും എല്ലാം ഒന്നിച്ചിരുന്ന് ഒറ്റ ദൈവത്തെ ആരാധിക്കും. ഇവിടെ ജാതി പ്രശ്നം, മതപ്രശ്നം, വർണ്ണവർഗ പ്രശ്നമില്ല. കാരണം ഇത് ഒറ്റ ദൈവത്തിന്റെ സൃഷ്ടിയ. അങ്ങനെ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാകണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന പാപത്തിന്റെ വിത്ത് പുറത്തു പോകണം. അതിനായി തൊണ്ട കീറുന്നേ. നീ പാപത്തിലാ. ആദാമ്യ പാപം നിന്റെ അകത്ത് കയറി. പാപം അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താ പറയാം? സൃഷ്ടാവിനെ മറന്നു. അതാ ദുരന്തം. സൃഷ്ടാവിനെ മറന്നു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഏത് മതക്കാരനോ ആയിക്കോട്ടെ താങ്കൾ, ഒറ്റ ചോദ്യം, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ഏത് മതക്കാരനോ ആയിക്കോട്ടെ, ഒറ്റ ചോദ്യം, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ഒറ്റ മറുപടി, ദൈവം. 2019 ഒക്ടോബർ മാസത്തിൽ നിന്നോട്ട് ചോദിക്കുന്നു, ഇന്ന് ആമേ ദൈവത്തെ സൃഷ്ടിക്കുന്നത് ആര്? മനുഷ്യൻ. ഒന്നുകൂടെ പറയാം, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? മനുഷ്യൻ. കഴിഞ്ഞ ദിവസം പിള്ളേര് ഒരു വീഡിയോ വാട്സാപ്പിൽ അയച്ചു തന്നു, കണ്ടു. എന്താ വീഡിയോ? പറയാം. വീഡിയോയിൽ എല്ലാവരും കണ്ടായതുകൊണ്ട് പിന്നെ പൊതുവി പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 2 ചെറുപ്പക്കാർ ബൈക്കിൽ വരിക. ബൈക്കിൽ വന്നപ്പോഴത്തേക്ക് ഒരു കാറ് പാഞ്ഞു പോയി ചെളി അടിച്ച് ചെറുപ്പക്കാരുടെ ദേഹത്തോട്ട് വീണു. ഈ ചെറുപ്പക്കാർ അടുത്ത് നോക്കിയപ്പോൾ ഒരു കുളമുണ്ട്. കുളത്തിലിറങ്ങി കുളിക്കാമെന്ന് വിചാരിച്ച് ഈ ചെറുപ്പക്കാർ രണ്ടുപേരും എന്തു അങ്ങോട്ട് ഇറങ്ങി. ഈ ചെറുപ്പക്കാരെന്ത് ചെയ്തു? ഷർട്ട് ഊരി കഴുകി പിഴിഞ്ഞ്, ഒരുത്തൻ മുണ്ട് ഊരി കഴുകി പിരിഞ്ഞ് ഇതെല്ലാം അങ്ങനെ കുറഞ്ഞു കൊണ്ടുവന്ന് അത് ആ ഷർട്ട് അടുത്തൊരു മയിൽക്കുറ്റി, റോഡിൽ കുറ്റി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മയിൽക്കുറ്റിയുടെ പുറത്തോട്ട് എന്ത് ചെയ്തു? ഈ ഷർട്ട് ഉണക്കാനിട്ടു. ഇച്ചിരി നേരം അവിടെ കറങ്ങി ഉണങ്ങാൻ നിൽക്കണമെന്ന് കറങ്ങി നിന്നു. ഉച്ചയായി, ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് ഹോട്ടലിലോട്ട് പോയി. അപ്പൊ ഈ ചുവന്ന കളറിൽ ഷർട്ട് മയിൽക്കുറ്റിക്കകത്ത് ഇങ്ങനെ കിടക്കുക. അപ്പൊ വഴിയെ പോയൊരു അമ്മച്ചി എന്ത് ചെയ്തു? ഈ മയിൽക്കുറ്റിയുടെ മുമ്പിൽ 1 രൂപ കിട്ടും. അത് കണ്ടോണ്ട് അപ്പുറത്തൂടെ പോയ വേറൊരു അമ്മച്ചി എന്ത് ചെയ്തു? ഇച്ചിരി പൂക്കൾ പറിച്ചുകൊണ്ടങ്ങ് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ അവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് 10-20 പേര് മയിൽക്കുറ്റിയുടെ മുമ്പിൽ ഇരുന്ന് പാട്ട് പാടുക. അതും ദൈവമായി. കഴുകാനിട്ടേച്ച് പോയത്. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ അകത്ത് പാപം കയറി. അവൻ സൃഷ്ടാവിനെ മറന്നുപോയി. സൃഷ്ടിയെ ദൈവം എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രളയം വന്നപ്പോൾ കൺമുമ്പിൽ കൂടെ അവൻ സേവിക്കുന്ന ദൈവം, ഏത് മതക്കാരനെ, ഞാൻ ഒരു മതത്തിനെയും പറയാൻ വന്നല്ല, ഏത് മതക്കാരൻ്റെ ആയിക്കോട്ടെ, അവൻ സേവിക്കുന്ന ദൈവം അവൻ്റെ കൺമുമ്പിൽ കൂടെ വെള്ളത്തിൽ കൂടെ ഒഴുകി നടന്നു. താടിയും മുടിയും നീട്ടി വളർത്തിയ യേശു ആണെങ്കിൽ യേശു അത് ഉൾപ്പെടെ ഒഴുകി നടന്നു. ആമേൻ. ഇവൻ നിലവിളിച്ച് ഹെലികോപ്റ്റർ നോക്കി, ദൈവത്തെ രക്ഷിക്കണമെന്നാണോ എന്നെ രക്ഷിക്കണമെന്നാണോ? പറ. എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു അല്ലേ? ഹെലികോപ്റ്റർ വന്ന് ഇവനെ രക്ഷിച്ച് ഇവന്റെ വെള്ളമെല്ലാം ഇറങ്ങി കഴിഞ്ഞ് ഇവൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മറ്റേത് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. അതിനെ തുടച്ച് വൃത്തിയാക്കി റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇവൻ വീണ്ടും അതിനോട് പറയാം, എന്നെ രക്ഷിക്കണേ. അങ്ങനുണ്ട്. ഇതാണ് മനുഷ്യൻ. പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, അവൻ സൃഷ്ടാവിനെ എന്ത് ചെയ്തു? മറന്നുപോയി. സൃഷ്ടാവിനെ മറന്നുപോയി. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. അതുകൊണ്ടാണ് 17:24 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. 24 മുതൽ വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. കണ്ടോ? ലോകവും അതിലുള്ള സകലവും ഉണ്ടാക്കിയ ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമാണ് ഈശ്വരൻ, പടച്ചവൻ, സകലത്തെ ഉണ്ടാക്കിയവനായതുകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കണ്ടോ? മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, ഈ മൂക്കിൽ ശ്വാസമുള്ള പീറ മനുഷ്യ, നീ പറയുന്നതനുസരിച്ച് കയറാനും ഇറങ്ങാനും, നീ പറയുന്നതനുസരിച്ച് അടയ്ക്കാനും തുറക്കാനും എല്ലാം നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. അവൻ
അവൻ സകലത്തെയും സൃഷ്ടിച്ചവൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ. അവനെ നീ നിന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കരുത്. ആ മഹാദൈവം, മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ആ ദൈവം, ആ സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ മറന്നു. കാരണം പാപം മനുഷ്യന്റെ അകത്ത് കയറി. ആ പാപത്തിന്റെ അനന്തരഫലം, ഈ പാപം എന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയിരുന്നു കൊണ്ട് ഇന്ന് ലോകത്തിൽ നോക്ക്, പ്രസവിച്ച പെറ്റ തള്ളയെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത മകൻ, പാപത്തിന്റെ അനന്തരഫലം. ആമേൻ. 3 വയസ്സുള്ള സ്വന്തം പെൺകുഞ്ഞിനെ ഉപദ്രവിക്കാൻ മടിക്കാത്ത അപ്പൻ, പാപത്തിന്റെ അനന്തരഫലം. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈശ്വര, പടച്ചവനെ, ഭഗവാനെ, എന്റെ പെൺകുഞ്ഞിനെ ഒരുത്തന്റെ കൈക്ക് പിടിച്ചേൽപ്പിക്കുന്നവരെ എന്റെ കണ്ണടയല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച അപ്പന്മാരുടെ നാടായി കേരളം. എന്നാൽ ഇന്ന് പത്രം തുറന്നാൽ ജനിപ്പിച്ച സ്വന്തം പെൺകുഞ്ഞിന് മക്കളെ സമ്മാനിക്കാൻ മടിയില്ലാത്ത അപ്പന്മാർ. പാപത്തിന്റെ അനന്തരഫലം. കൂടപ്പുറപ്പിനെ പോലെ കാണേണ്ടെന്ന മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പാപം. ഈ പാപം എന്ന ഇരുട്ട് എങ്ങനെ നീങ്ങിപ്പോകും? പുരാണങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു, തമസോ മാം ജ്യോതിർഗമയ. അർത്ഥം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം ഭഗവാനെ. എങ്ങനെ ഈ ഇരുട്ട് നീങ്ങും? മനുഷ്യൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെ ഈ ഒരു മോക്ഷം ലഭിക്കും? അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ ഇരുട്ട് മാറാൻ എന്താ വഴി? പറഞ്ഞവസാനിപ്പിക്കട്ടെ. ഈ പന്തലിന്റെ അകത്തെ ഇരുട്ട് വഴി മാറാനാണ് ഇവിടെ വെളിച്ചം തെളിച്ചിരിക്കുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ ഈ വെളിച്ചം വേണമെന്നുണ്ടോ? ഇല്ല. ഇരുട്ടത്തും പ്രസംഗിക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ വെളിച്ചം വേണോ? വേണ്ട, ഇരുട്ടത്തും കേൾക്കാം. പിന്നെന്തിനാ ഈ കറണ്ട് ചാർജ് ചെലവാക്കി ഈ വെളിച്ചമിട്ടിരിക്കുന്നത്? പ്രസംഗിക്കാൻ തടസ്സമുണ്ടായിട്ടല്ല, കേൾക്കാൻ തടസ്സമുണ്ടായിട്ടല്ല. പിന്നെന്താ? ഇരുള് നീങ്ങാൻ. ഇരുളായിക്കോട്ടെ, പ്രസംഗിക്കാമല്ലോ, കറണ്ട് ചാർജ് ലാഭിക്കാം. ആയിക്കോട്ടെ, നാളെ മുതൽ ഈ വെട്ടം വേണ്ട, ഞാൻ ഇരുട്ടത്ത് പ്രസംഗിച്ചോളാം. പ്രസംഗം നടക്കും, നിങ്ങൾക്ക് കേൾക്കാനും പറ്റും. പക്ഷെ ഒരു ചെറിയ പ്രശ്നം. എന്താ? ഇരുട്ടായി കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരുത്തൻ അപ്പുറത്തോട്ട് കയറി ഇരുന്നാൽ അറിയൂ? അറിയത്തില്ല. അടുത്തിരിക്കുന്ന അച്ഛനാന്ന് വിചാരിച്ചായിരിക്കും അടിക്കുന്നത്. അച്ഛൻ ജനിപ്പിച്ച എന്റെ മോള എന്നൊരു അപ്പൻ എന്താ തിരിച്ചറിയാത്തത്? അവൻ ഇരുട്ടിലാണ്. ഈ ഇരുട്ടിനകത്ത് തിരിച്ചറിവ് നഷ്ടപ്പെടും, ധാർമ്മികത നഷ്ടപ്പെടും, അധാർമികത കൊണ്ട് നിറയും. ഈ ഇരുട്ടൊന്ന് മാറിപ്പോകണം. എന്താ ഒരു വഴി? ഒരേ ഒരു വഴി. ഈ പന്തലിന്റെ അകത്തെ ഇരുട്ട് വഴി മാറാൻ ഇവിടെ വെളിച്ചം തെളിച്ചതാണ് വഴിയെങ്കിൽ, മാനവജാതിയുടെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ട് വഴി മാറാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവന്റെ അകത്ത് വെളിച്ചം കടന്നു വരണം. ഏത് വെളിച്ചം? ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ഒരുവൻ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നിൽ വസിക്കുന്ന ഒരുവനും ഇരുളിൽ നടക്കുകയില്ല. എന്നെ കേൾക്കുന്ന കല്ലേലി ദേശമേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ, അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് കല്ലേലിയോട് പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗം ഈ ക്ഷിതിയിൽ ഇല്ലവേ ഇല്ല. അതാണ് സുവിശേഷം. സർവമാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യാഹുവേ എന്ന യഹോവയായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വേഷം മാറി വന്നതല്ല, വേഷത്തിൽ മനുഷ്യനായി. ആമേൻ. സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. പറയാം. ഉലകത്തെ നിർമ്മിച്ച മഹാദൈവം, ഏകദൈവം, സൂര്യനെക്കാളും വെല്ലുന്ന തേജസ്സുള്ളവൻ, സൂര്യന്റെ അടുത്തേക്ക് പോലും മനുഷ്യന് പോകാൻ പറ്റാതിരിക്കുമ്പോൾ സൂര്യനെക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനെ മനുഷ്യന്റെ ഈ പീറക്കണ്ണ്, കുഞ്ഞക്കണ്ണുകൾ എങ്ങനെ കാണും? മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാത്ത മഹത്വത്തിലിരിക്കുന്ന മഹാദൈവം മനുഷ്യന്റെ ഈ കുഞ്ഞു കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഒരു ദേഹരൂപം സ്വീകരിച്ചു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിന്റെ സർവമാന സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അവനിലാണ്. മനുഷ്യന്റെ കുഞ്ഞു കണ്ടുകൊണ്ട് കാണത്തക്കവണ്ണം നമ്മുടെ ഇടയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന മഹാദൈവമത്രേ യേശു ക്രിസ്തു. സർവ്വമാനവജാതിയുടെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ ആമേ സ്വന്തം ജീവനെ പകരമായി കൊടുത്തുകൊണ്ട് മാനവജാതിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും എന്നേക്കുമായി വിടുവിച്ചെടുത്ത യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു.
അതിനെക്കുറിച്ച് വിശദമായി നാളെ സംസാരിക്കും. വീണ്ടും വരുന്ന യേശുവിനെ കുറിച്ച് നാളെ സംസാരിക്കും. അല്പം അനുഭവ സാക്ഷ്യങ്ങളും കൂടെ ചേർത്ത് നാളെ പറയാം. ആമേ. ഉലക മഹാന്മാരകിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ പാപം മോചിക്കുവാൻ ഇന്നും മതിയായവനാണ്. ഒരു നിമിഷം എഴുന്നേൽക്കാം.